പ്ലസ് ടു പഠിക്കുന്ന ജസ്റ്റിൻ ജോർജിന്റെ കുട്ടിയുടെ ആയിരുന്നു ഈ ഐഡിയ. സ്വിമ്മിങ് ചെയ്യാൻ, അല്ലെങ്കിൽ ആടുന്ന കസേര, ഈ കസേര ആടുമ്പോൾ ഉണ്ടാവുന്ന യാന്ത്രിക ഊർജം വൈദ്യോർജമാക്കി മാറ്റി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ജസ്റ്റിന്റെ ആശയം. അതിനുണ്ടാകുന്ന വൈദ്യുതി ആൾട്ടർനേറ്റിംഗ് കറണ്ട് അത് റെക്ടിഫൈ ചെയ്ത് DC ആക്കി ഒരു ബാറ്ററിയിലേക്ക് ശേഖരിച്ച് അതിൽ മൊബൈൽ ഫോൺ പോലുള്ള ചെറിയ ഉപകരണങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാക്കി മാറ്റി. ഡിസ്പ്ലേ പോലുള്ള മറ്റ് കണ്ടുപിടുത്തക്ക ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അങ്ങനെ ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലാക്കി മാറ്റാൻ YIPയുടെ KDISCന്റെ സഹായം വളരെ അർത്ഥവത്താണ്. അഭിജിത്ത്, കേൾക്കാമോ? യെസ് സാർ, കേൾക്കാം. ഓക്കെ, നമുക്ക് സെഷൻ തുടങ്ങാം. നമ്മുടെ സ്പീക്കർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം 5ാം പതിപ്പിന്റെ ക്യാമ്പയിൻ നടക്കുകയാണ്, ഐഡിയ രജിസ്ട്രേഷൻ. അപ്പോൾ നമ്മൾ തീമാറ്റിക് ടോക്സ് സീരീസിൽ ഇന്ന് ക്ലൈമറ്റ് ചേഞ്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ആദ്യത്തെ ടോപ്പിക്ക്. അതിന് നമുക്കറിയാം, നാട്ടിലെ കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുരന്ത നിവാരണത്തിനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ അറിയുവാനായിട്ടും യങ് ഇന്നോവേറ്റേഴ്സിനും ഐഡിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒത്തിരി താല്പര്യമുണ്ട്. നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് ആണ്. സാറിന് ഹാർദവമായ ഒരു സ്വാഗതം പറയുന്നു. അപ്പോ എല്ലാവരുമായിട്ട് ഈ ഇത്രയും പ്രസക്തമായ ടോപ്പിക്കിന്, ഈ തീമിനെ പറ്റിയുള്ള സാറിന്റെ അറിവ് പങ്കുവെക്കുകയും ചെയ്യുന്നതാണ് ഉടനെ തന്നെ. അപ്പൊ സാറിനെ ക്ഷണിക്കുന്നു. ഇനി ഓവർ ടു യു സർ. താങ്ക് യു മിസ്റ്റർ ജു ആൻഡ് KDISC. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആരുടെയും മുഖം കാണുന്നില്ല എന്ന കംപ്ലൈന്റ് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. മുഖം കണ്ട് സംസാരിക്കുന്നത് കൂടുതൽ നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത ലഘൂകരണം എന്നതിന്റെ സമസ്ത മേഖലയിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നത്, നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ഒരു പ്രസന്റേഷൻ തരികയും അതിനോടനുബന്ധിച്ച് നമ്മൾക്ക് ഏതൊക്കെ മേഖലകളിൽ നിങ്ങളെ വിനിയോഗിക്കാമെന്നത് കാണുകയും ചെയ്യാം എന്നാണ്. കാരണം വെറുതെ ഒരു ഭാഷ്യം മാത്രം കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിച്ചു കൊള്ളാമില്ല. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാം എൻ്റെ സ്ക്രീൻ. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ദീർഘകാല മോട്ടോ എന്ന് പറയുന്നത് ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നാണ്. നമ്മളുടെ ദുരന്ത ലഘൂകരണ പ്രക്രിയ ഒരിക്കലും ആരംഭിക്കുന്നില്ല, ഒരിക്കലും അവസാനിക്കുന്നുമില്ല. അതെപ്പോഴും സൈക്ലിക് ആണ്. അതുകൊണ്ട് നമ്മളുടെ ആഗ്രഹം പൂർണ്ണ സുരക്ഷയാണെങ്കിലും നമ്മൾ ഒരിക്കലും പരിപൂർണ സുരക്ഷ എന്ന ഒരു ഉട്ടോപ്യൻ സ്റ്റേറ്റിലെത്തും എന്ന് വിചാരിക്കുന്നില്ല. കേരളത്തിനെ കുറിച്ചൊന്നും നിങ്ങളോട് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ താരതമ്യേന രാജ്യത്ത് വളരെ ഉയർന്ന നിലവാരത്തിൽ ജീവിച്ചു പോകുന്ന ഒരു സംസ്ഥാനമാണ്. അതേസമയം തന്നെ നമ്മൾക്ക് ഒരുപാട് ദുർബലതകളുണ്ട്. സാമൂഹികമായ ദുർബലതകളുണ്ട്, പാരിസ്ഥിതികമായ ദുർബലതകളുണ്ട്,
അവ ദുരന്തങ്ങളിലേക്ക് പരിണമിക്കും. ഉദാഹരണത്തിന് കേരളത്തിന്റെ 15% പ്രദേശം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശം. അവിടെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നതിന് മനുഷ്യന്റെ ഇടപെടലുകൾക്കും പങ്കുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം ആ മേഖലയിൽ ഒന്നും മനുഷ്യൻ പാടില്ല, മനുഷ്യൻ ഇനി അവിടെ ജീവിക്കരുത് എന്നാകാനും പറ്റില്ല. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശം ഏതാണ്ട് 15% തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ടത് നദീതടങ്ങളിലാണ് മനുഷ്യ സംസ്കാരം ഉണ്ടായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള മേഖലയിലും തുടർന്നും ജീവിക്കേണ്ടതുണ്ട്. തീരദേശത്തിന്റെ ഏതാണ്ട് 55% പ്രദേശവും തീവ്രമായ ദുരന്ത സാധ്യതകൾ ഉള്ളതാണ്. തീരവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. അതിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന അതിശക്തമായ കാറ്റും കാറ്റിനോടനുബന്ധിച്ചിട്ടുള്ള തീരശോഷണവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ വളരെ പതുക്കെ, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പരിസരത്തെ ഇല്ലാതാക്കുന്ന, അവിടുത്തെ മനുഷ്യന്റെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന വേലിയേറ്റ വെള്ളപ്പൊക്കം എന്ന പ്രതിഭാസവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാഹചര്യത്തിൽ അത് വളരെ നിർണായകമായ ഒരു റോൾ കേരളത്തിൽ വഹിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുൻപ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കൊച്ചിയിലെ നാൻസൻ സെന്ററും നോർവേയിലെ ബെർഗൻ യൂണിവേഴ്സിറ്റിയും അവിടുത്തെ നോർവീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവയൺമെന്റൽ റിമോട്ട് സെൻസിങ് നെർസ്കും കൂടി ചേർന്നുകൊണ്ട് നോർവീജിയൻ ഗവൺമെന്റിന് കേരളത്തിന്റെ തീരപ്രദേശത്തെ കുറിച്ച് പഠിക്കുന്നതിനൊരു പ്രൊജക്ട് കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നോർവേയിൽ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ ഒരു ബന്ധമാണിത്. ആ പ്രൊജക്ട് ഇന്ന് അവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഗവേഷണ പദ്ധതിയായി ഇന്ന് ഞങ്ങൾക്ക് അത് അവാർഡ് ചെയ്യപ്പെട്ടു. നെർസ്ക് ആയിരിക്കും അതിന്റെ ലീഡർഷിപ്പ് റോൾ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സഹകരിക്കുന്നുണ്ട്. അപ്പോ തീരപ്രദേശത്ത് നമ്മൾക്ക് അറിയാം, കടൽ നിരപ്പ് ഉയരുകയാണ്. ആ കടൽ നിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ 2030 തന്നെ, 30 എന്ന് പറഞ്ഞാൽ 7 വർഷത്തിനുള്ളിൽ നമ്മളുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ കേരളത്തിന്റെ ഒട്ടൊക്കെ താഴ്ന്ന തീരപ്രദേശങ്ങളിലും തീരത്തോട് ചേർന്ന് കിടക്കുന്ന നമ്മളുടെ ഇടത്തോടുകളിലും കായലുകളിലും അതിന് ചുറ്റുവട്ടത്തും ഒക്കെയുള്ള ജീവിത സാഹചര്യം ബുദ്ധിമുട്ടിലാവും. അങ്ങനെ നമ്മൾക്ക് പോയി കണ്ട് തൊട്ടറിയാവുന്ന സ്ഥലങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഉദാഹരണത്തിന് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര, എഴിക്കര എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ. അപ്പോ നമ്മൾക്ക് തീരശോഷണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതേപോലെ തന്നെ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കേരളത്തിലെ കുഴലീകൃത മണ്ണൊലിപ്പ്, അഥവാ സോയിൽ പൈപ്പിംഗ്. അത് കേരളത്തിൽ ആണ് അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഗവേഷണം നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയതും അത് ഒരു സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു തീവ്രത കൊണ്ട് തന്നെ കേരളത്തിലെ ചൂടിന്റെ തീവ്രതയും വർദ്ധിച്ചു വരികയാണ്. നമ്മൾ ഈ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന ചൂട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, നിങ്ങളൊക്കെ അത് അനുഭവിച്ചവരുമാണ്. ഇടിമിന്നൽ, ഈ ചൂട് കൂടുന്നതിനോടനുബന്ധിച്ച് തന്നെ ഇടിമിന്നലിന്റെ സാധ്യതയും അതിന്റെ തീവ്രതയും വർദ്ധിക്കുന്നു. ഇന്ന് തന്നെ ഇപ്പോഴും രാജ്യത്തെ ഏറ്റവും കൂടുതൽ മേഘത്തിൽ നിന്ന് നമ്മളുടെ ഭൂമിയിലേക്ക് ഇടിമിന്നലുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ മരണസംഖ്യയിൽ 70 പേർ ഒരു വർഷം മരിച്ചിരുന്നതിൽ നിന്ന് 2016 ശേഷം അത് ഏതാണ്ട് 5, 6, പരമാവധി 8 വരെയായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മരണസംഖ്യ കുറഞ്ഞിട്ടുണ്ട്. അതിൽ പത്രമാധ്യമങ്ങളും ഒക്കെ ഒരുപാട് പങ്കും വഹിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇനിയുള്ള കാലത്ത് ഞങ്ങൾ 22-27 എന്ന ഈ 5 വർഷക്കാലം ഞങ്ങൾ ശ്രമിക്കുന്നത് കുടുംബങ്ങളെ കൂടുതൽ സുശക്തരാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പോസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിലും ഈ ഒരു തീം, റെസിലിയന്റ് ഹോംസ്, കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത സാധ്യതകളും അറിഞ്ഞു ജീവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകണം എന്നതാണ് അവരുടെ ആഗ്രഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്വഭാവം ഇതാണ്. 7 അംഗങ്ങളുള്ള അതോറിറ്റിയാണ്. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ നേതൃത്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനാണ്. ഞാൻ അതിന്റെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, അത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനാണ്. അതിൽ 5 സെക്രട്ടറിമാരാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളത്. കമ്മീഷണർ ദുരന്ത നിവാരണവും ഞാനും അതിൽ YTസായി പ്രവർത്തിക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ളിൽ വലിയ ഒരു സ്റ്റാഫ് സ്ട്രെങ്ത് ഉണ്ട്, സാങ്കേതിക സ്റ്റാഫ് സ്ട്രെങ്ത് ഉണ്ട്.
അവര് പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. സോഷ്യൽ വർക്കിൽ തുടങ്ങി മെഡിക്കൽ സയൻസ് വരെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു സംഘം ഉണ്ട്. നമ്മൾ ഏതാണ്ട് 17 പ്രകൃതിദത്ത ദുരന്തങ്ങളും ഏതാണ്ട് 22ഓളം മാനുഷിക ദുരന്തങ്ങളും നേരിടുന്ന പ്രദേശമാണ്. അപ്പൊ ഇവിടെ ഈ അപകട സാധ്യതകൾ ദുരന്തമായി പരിണമിക്കുന്നതിന് മനുഷ്യന്റെ സ്വത്തിനും ജീവനും ഒക്കെ നഷ്ടമുണ്ടാകുന്ന സാഹചര്യം എന്ന നിർവചനം കൂടിയുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മെറ്റിയോറൈറ്റ് അല്ലെങ്കിൽ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റുകൾ, ഇനി അതല്ലെങ്കിൽ പെസ്റ്റ് അറ്റാക്ക് ഓൺ ഹ്യൂമൻ ഹാബിറ്റേഷൻസ്, പെസ്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് തേനീച്ച കുത്തി ആളുകൾ മരിച്ചത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ട് കാണും. ഈ വർഷം ഇതുവരെ ഏതാണ്ട് 10ഓളം ആളുകൾ തേനീച്ചയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആന്ത്രോപോജനിക് അസാർട്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഏറ്റവും അടുത്ത് കേട്ട ബോട്ട് അപകടം മുതൽ വല്ല ചൈനീസ് റോക്കറ്റോ ഇന്ത്യൻ റോക്കറ്റോ ആകാശത്ത് കത്തിയമർന്ന് അവ താഴേക്ക് വന്ന് പതിക്കുന്നതും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടി വന്നേക്കാം. ദുരന്തങ്ങൾ ഒട്ടനവധി അപകടങ്ങൾ ദുരന്തങ്ങളിലേക്ക് നയിക്കുമെങ്കിലും സംസ്ഥാനത്തും രാജ്യത്തും ദുരന്തങ്ങളെന്ന് നോട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രതിഭാസങ്ങളുടെ ഒരു പട്ടികയാണിത്. അപ്പൊ അതിൽ പ്രധാനമായും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇവയെ ഊന്നിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾക്ക് ഇനി ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചില ആക്ഷൻ പോയിന്റ്സിലേക്ക് പോകാം. ഞങ്ങൾ ഈ 5 വർഷക്കാലം ഞങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ ദുരന്തത്തിന്റെ അവബോധം വളർത്തേണ്ടതുണ്ട്. കേരളത്തിലെ കുടുംബങ്ങളെ കൂടുതൽ ദുരന്ത സാഹചര്യങ്ങളും സാധ്യതകളും അതിജീവിക്കാൻ ശേഷിയുള്ളവരാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ സർക്കാരിന്റെ മാത്രം നഷ്ടങ്ങളായി, അവരുടെ മാത്രം നഷ്ടങ്ങളായി പരിമിതപ്പെടുത്താതെ കൂടുതൽ വിശാലമായ സാമ്പത്തിക സുരക്ഷ അവർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. കേരളത്തിലെ ദുരന്ത നിവാരണ പ്രക്രിയ കൂടുതൽ താഴെത്തട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് തദ്ദേശ തലത്തിൽ ദുരന്ത നിവാരണ സാധ്യതകൾ അപഗ്രഥിച്ചുകൊണ്ട് അവയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസന മാർഗരേഖ ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ട്. നമ്മൾക്ക് ഒരുപാട് അന്തർദേശീയ സ്ഥാപനങ്ങളുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നേരിട്ട് കൊളാബറേഷൻ ഉണ്ട്. പ്രധാനമായും ഡച്ച് സർക്കാരുമായിട്ടാണ്, നോർവേയുമായി ഉണ്ട്. ഇത്തരം ഇടപെടലുകൾ ഞങ്ങൾ നടത്തി വരുന്നു. കൂടാതെ ഞങ്ങൾക്കൊരു വളരെ വിപുലമായ ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ട്. അതിന്റെ അവസാന പണികളിലാണ്. കേരളത്തിൽ ഒരുപാട് സൈറണുകളും സ്റ്റോപ്പ് ലൈറ്റുകളും എല്ലാം സ്ഥാപിച്ച് വളരെ വിപുലമായ ഒരു പ്രക്രിയയാണ്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്നും നിങ്ങൾക്ക് പ്രസക്തമല്ല. ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് കവചം. അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിന്റെ ലോഗോയും ഈ നാമകരണവും എല്ലാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ആഭ്യന്തരമായി തന്നെ ചെയ്തതാണ്. എന്താണ് ഇതിലുള്ളത്? നമ്മൾക്ക് ഒരു വലിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്, ഓറഞ്ച് ബുക്ക് ഉണ്ട്. അതിൽ ഓരോ വകുപ്പുകളും എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാ വർഷവും പുതുക്കി പ്രസിദ്ധീകരിക്കുന്നതാണ്. വളരെ വിപുലമായ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എൻവയൺമെന്റ് ഉണ്ട്. കേരളത്തിലെ 78 താലൂക്കുകളിലും 14 കളക്ടറേറ്റിലും എൻ്റെ ഓഫീസിലും പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലും ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലും ഫിഷറീസിന്റെ ചില സ്റ്റേഷനുകളിലുമാണ് ഇവയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതിനുള്ളിൽ വളരെ വിശദമായ റിസ്ക് ഇൻഫർമേഷൻ ഉണ്ട്. വിവിധങ്ങളായ ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങളുടെ സാധ്യതകൾ എവിടെ, പഴയ ചരിത്രം എന്താണ്, ദുരന്ത സാധ്യതകൾ അതാത് പ്രദേശത്തത്, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാഹചര്യത്തിൽ മഴയിലും ചൂടിലും എന്തുതരം മാറ്റമുണ്ടാകും. ഉദാഹരണത്തിന് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കാര്യം മാത്രം എടുത്താൽ നമ്മൾക്ക് കാണാം, ശക്തമായി ഉള്ള ചൂട് ഒരു 2030 തന്നെ ഇപ്പോഴുള്ളതിൽ നിന്ന് ഏതാണ്ട് 1 ഡിഗ്രിയോളം ചൂട് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. RCP 4.5 എന്ന റെപ്രസെന്റേറ്റീവ് കോൺസെൻട്രേഷൻ പാത്വേ ഫോളോ ചെയ്താൽ തന്നെ ചേഞ്ചിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ കവചത്തിനുള്ളിലുണ്ട്. അതുപോലെ വെള്ളപ്പൊക്കം, അതിന്റെ റിട്ടേൺ പ്രോബബിലിറ്റി പഠിച്ചിട്ടുള്ളവർക്കറിയാം. നിങ്ങളൊക്കെ കൂടുതലും എഞ്ചിനീയർമാരാണെങ്കിൽ റിട്ടേൺ പ്രോബബിലിറ്റിയെ കുറിച്ച് അറിയാമായിരിക്കും. 1 in 10 year മുതൽ അത് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാഹചര്യത്തിൽ അതെങ്ങനെ മാറുന്നു എന്ന് നിങ്ങൾക്ക് കാണാം. ഇത് 1 in 10 year to 1 in 500 year റിട്ടേൺ പ്രോബബിലിറ്റി വരെ വെള്ളപ്പൊക്ക സാധ്യതകൾ പ്രവചിച്ച് അവയെ ഭൂപടങ്ങളാക്കി അതിന്റെ വിശദമായ
ഡേറ്റ സെറ്റ്സ് ഞങ്ങളുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കാണാവുന്നത് അതേ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏതൊക്കെ സ്കൂളുകളാണ്, ആശുപത്രികളാണ് ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ എന്നതും അനുമാനിച്ച് അവയെ കൂടുതൽ ദുരന്ത സാധ്യതകൾ അതിനുള്ള സാധ്യതകളും അപഗ്രഥിച്ച് ലഭ്യമാക്കിയിട്ടുണ്ട്. ദുരന്ത സാധ്യതകൾ സംബന്ധിച്ച ഭൂപടങ്ങൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ചെയ്തിട്ടുണ്ട്. അവയെ വെച്ചുകൊണ്ട് തന്നെ നമ്മളുടെ വികസന സാധ്യതകൾ വെച്ച് പരിഗണിക്കുമ്പോൾ സാമൂഹിക ദുർബലതകൾ ഏത് തരത്തിലാണ്, അവ പാരിസ്ഥിതിക ദുർബലത, സാമൂഹിക ദുർബലത, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ദുർബലത, സാമ്പത്തിക ദുർബലത, ഇവയെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് റിസ്ക് എന്ന സങ്കല്പത്തിൽ നമ്മൾക്ക് എന്ത് ചെലവ് വരും ഇവയെ കൈകാര്യം ചെയ്യുന്നതിന് എന്നത് പരിഗണിച്ചുകൊണ്ട് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളെ പലതരത്തിലും റാങ്ക് ചെയ്തിട്ടുമുണ്ട്. കേരളത്തിൽ വളരെ വിപുലമായ ഒരു മോണിറ്ററിംഗ് നെറ്റ്വർക്ക് ഉണ്ട്. വെതറിന് 100 ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷൻസ് ഉണ്ട്. സ്കൈമെറ്റിന്റെ 100 ഉണ്ട്. 30 ഓട്ടോമേറ്റഡ് റെയിൻ ഗേജുകളുണ്ട്. 13 ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷൻസ് വാട്ടർ സോഴ്സസിന്റെയും 97 ARGs വാട്ടർ സോഴ്സസിന്റെയും ലഭ്യമാണ്. ഇവയെല്ലാം KDISC എന്നുള്ള ഒരു സംവിധാനത്തിൽ ഈ ഡേറ്റ ലഭ്യമാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ ഡേറ്റ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റ ഇവിടെ ലഭ്യമാണ്. ഇനി സീസ്മിക് മോണിറ്ററിംഗിൽ നമ്മൾക്ക് ഭൂമികുലുക്കവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ API മുഖാന്തരം നമ്മൾക്ക് സീസ്മിക് മോണിറ്ററിംഗ് നെറ്റ്വർക്കിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വെതർ ഫോർകാസ്റ്റിങ്ങിന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റമായ IBM ഗ്രാഫ്, IMDയുടെയും ഒക്കെ സൗകര്യങ്ങൾക്ക് പുറമെ IBM ഗ്രാഫ് എന്ന മോഡലും നമ്മൾക്ക് ലഭ്യമാണ്. ഇടിമിന്നലിനെ ട്രാക്ക് ചെയ്യുന്ന അവയുടെ ഏറ്റവും വലിയ ദുരന്ത സാധ്യതകൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കി മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള എർത്ത് നെറ്റ്വർക്സിന്റെ ലൈറ്റ്നിങ് ഫോർകാസ്റ്റ് സിസ്റ്റവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ലഭ്യമാണ്. സൈക്ലോൺ ഫോർകാസ്റ്റും അത് തന്നെ 2 സ്രോതസ്സുകളിൽ നിന്നുള്ളതും ഇൻകോയ്സിൽ നിന്നുള്ള സുനാമി, ടൈഡൽ, ഹൈവേവ് ഫോർകാസ്റ്റുകളും ഇവിടെ ലഭ്യമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ഇറിഗേഷൻ വകുപ്പ്, സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ എന്നിവരെല്ലാം ചേർന്ന് പെരിയാറിൽ ഒരു ഫ്യൂസ് ഫ്ലഡ് ഏർലി വാർണിംഗ് സിസ്റ്റം നടപ്പാക്കിയിട്ടുണ്ട്. അത് തന്നെ പമ്പയ്ക്കും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൂടുതലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലാൻഡ് സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റത്തിലാണ്, ലീവ്സിലാണ്. അത് വടക്കൻ കേരളത്തിൽ കണ്ണൂർ, കണിച്ചാർ പോലെയുള്ള പ്രദേശത്ത് GSIയും IIT റൂർക്കിയുമായി ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇവയെ വെച്ചുകൊണ്ടുള്ള ഇമ്പാക്ട് ഫോർകാസ്റ്റുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇമ്പാക്ട് മോണിറ്ററിംഗ് ഉണ്ട്. വളരെ വിപുലമായ സൈറൻസ് ആൻഡ് സ്റ്റോപ്പ് ലൈറ്റ് നെറ്റ്വർക്ക് ഉണ്ട്. 126 സ്ഥലങ്ങളിൽ ഞങ്ങളിപ്പോൾ സൈറനുകളും സ്റ്റോപ്പ് ലൈറ്റുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. അവയിലൂടെ ഈ ഓഫീസിൽ നിന്നും ജില്ലാ കാര്യാലയങ്ങളിൽ നിന്നും താലൂക്ക് കാര്യാലയങ്ങളിൽ നിന്നും അലർട്ടുകൾ നൽകുവാനുള്ള സാഹചര്യം ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1-2 മാസത്തിനുള്ളിൽ അവ കേരളത്തിൽ പ്രവർത്തനക്ഷമമാകും. അതുപോലെ ഞങ്ങൾക്ക് ഇവിടുന്ന് സെലക്റ്റഡ് ആയി ഒരു പ്രദേശത്ത് മാത്രം വേണമെങ്കിൽ അലർട്ടുകൾ കൊടുക്കാം, SMS കൊടുക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. മെക്കാപ്പ് ഇന്റഗ്രേറ്റഡ് ലൊക്കേഷൻ ബേസ്ഡ് മെസ്സേജിംഗ് സിസ്റ്റം ഉണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് സാറ്റലൈറ്റ് ഫോൺസ്, SVM DVTs, അത്തരം സംവിധാനങ്ങളെല്ലാം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ ഉണ്ട്. അവയെല്ലാം ക്രോഡീകരിച്ചൊരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും എല്ലാ താലൂക്കുകളിലും ഇത്തരം സംവിധാനങ്ങൾ കൊടുക്കുന്നു. ഈ വിവരങ്ങളെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ലോക്കൽ ഭാഷയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് ഇൻക്ലൂഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡിസബിലിറ്റി ഇൻക്ലൂസീവ് DRR എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഈ പദ്ധതി രാജ്യത്തിന്റെ മാർഗരേഖ ഉണ്ടാക്കിയത് ഈ പദ്ധതി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതിലൂടെയാണ്. എല്ലാ വാർണിംഗ്സും ഞങ്ങൾ സൈൻ ലാംഗ്വേജിലും ഓഡിയോ ലാംഗ്വേജിലും കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അതുപോലെ വോളണ്ടിയറിസത്തിലാണെങ്കിൽ കേരളം വളരെ മുന്നിലാണ്. ഇത് ദേശീയ ദുരന്ത അതോറിറ്റിയുടെ 18ാം MPDRR കോൺഫറൻസിൽ അവതരിപ്പിച്ചതാണ്. കേരളത്തിൽ 3.5 ലക്ഷം വോളണ്ടിയർമാർ സാമൂഹിക സന്നദ്ധ സേനയിലൂടെയും ഏതാണ്ട് 15,000-ഓളം പേർ സംസ്ഥാന സിവിൽ ഡിഫൻസിലും 4,500 ആപ്താമിത്ര വോളണ്ടിയർമാരും ഒക്കെ ഉണ്ട്. ഇവയെല്ലാം പലതരത്തിലാണ് അവരെ ഉപയോഗിക്കുന്നത്. വെറുതെ ഒരു റെസ്ക്യൂ എന്ന കോൺസെപ്റ്റിൽ മാത്രമല്ല, ഇപ്പൊ നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ ഓഫീസിൽ ആപ്താമിത്രയുടെ 5-10 ആളുകൾ ചില ബാക്ക് ഓഫീസ് വർക്കുകൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്.
കേരളത്തിൽ 17 സ്പെഷ്യലൈസ്ഡ് ഷെൽട്ടറുകളുണ്ട് ദുരന്ത സാധ്യതകളിൽ ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ. 20,000-ഓളം മറ്റു കെട്ടിടങ്ങൾ, ഏതാണ്ട് 4 ലക്ഷം ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് IEC ആക്ടിവിറ്റി നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എനിക്ക് എടുത്തു പറയാനുള്ളത് ഡ്രൗണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പ്രത്യേകം പറയാനുണ്ട്. ദുരന്ത നിവാരണ പദ്ധതികൾ തദ്ദേശ തലത്തിൽ തയ്യാറാക്കിയതൊക്കെയാണ്. അത് ഇപ്പോൾ നിങ്ങൾക്ക് പ്രസക്തമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ട്രാൻസ്ജെൻഡർ ഇൻക്ലൂസീവ് ഒരു DRR പ്രോഗ്രാം ഉണ്ട്. ട്രാൻസ്ജെൻഡേഴ്സുമായി നിരന്തരം ഞങ്ങൾ സംവദിക്കുന്നുണ്ട്. അവരെ ദുരന്ത ലഘൂകരണ മേഖലയിലേക്ക് കൊണ്ടുവരണം എന്നത് ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. കേരളത്തിലെ 26 വകുപ്പുകളിൽ ഞങ്ങൾക്ക് 7 ഉദ്യോഗസ്ഥർ വീതമുള്ള വെർച്വൽ കാഡറും ഉണ്ട്. സ്കൂൾ സുരക്ഷയിൽ വളരെ വിശദമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാ സ്കൂളുകളിലും നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനം വെച്ചിട്ടുണ്ട്. ആശുപത്രികളുടെ ദുരന്ത സാധ്യതകൾ ഞങ്ങളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് നമ്മൾക്ക് ഇനിയും ചില മുന്നേറ്റങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ കോവിഡിന്റെ സമയത്ത് നിങ്ങളെല്ലാം കണ്ട കാര്യങ്ങൾ മഹാഭൂരിപക്ഷവും ഈ കാര്യാലയത്തിൽ നിന്നാണ് നടന്നത്. കണ്ടെയ്ൻമെന്റ് സോൺ ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെ. ഇവയെല്ലാം അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് ആക്ഷൻ പ്ലാനുകളുണ്ട്. ഹീറ്റ് ആക്ഷൻ പ്ലാൻ, ലൈറ്റിംഗ് ആക്ഷൻ പ്ലാൻ, ഇവയെല്ലാമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സാമ്പത്തിക സഹായവും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിസെഫുമായി കൊളാബറേറ്റ് ചെയ്ത് ഞങ്ങൾ സ്കൂൾ സുരക്ഷ, ആശുപത്രി സുരക്ഷ, ട്രൈബൽ സെറ്റിൽമെന്റുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള ചില ട്രൈബൽ സെറ്റിൽമെന്റ് DM പ്ലാൻസ്, ഇത്തരം പ്രവർത്തികൾ നടത്തിപ്പോകുന്നുണ്ട്. 421ഓളം NGOകൾ പങ്കാളികളായ ഇന്റർ ഏജൻസി ഗ്രൂപ്പും നമ്മൾക്ക്. അപ്പോൾ ഞാൻ ഈ കോവിഡിന്റെ കാര്യങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല തൽക്കാലം. ഞങ്ങളുടെ ഒരു പ്രധാന താല്പര്യമുള്ളൊരു മേഖല ആനിമൽസ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ആനിമൽ കെയർ ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്, ഇവയൊക്കെയാണ്. കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ ഒരു 12 കോടിയോളം രൂപ കേരളത്തിലെ ഈ ഡൊമസ്റ്റിക്കേറ്റഡ് എലിഫന്റ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെലവാക്കിയത്. ഓപ്പറേഷൻ അനന്ത മിറ്റിഗേഷൻ പ്രവർത്തനങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് ഓപ്പറേഷൻ അനന്ത, കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. ഇത് എന്റെ കുളം, എറണാകുളം കുളം ഒരു ബിരിയാണി തരാം എന്നൊക്കെയുള്ള ഞങ്ങളുടെ വരൾച്ചയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ. വാട്ടർ കിയോസ്കുകൾ ഞങ്ങൾ ഒരു 5000-ഓളം സ്ഥാപിച്ചിട്ടുണ്ട്. കിയോസ്കുമായി ബന്ധപ്പെട്ടിട്ട് ചില സാധ്യതകൾ എനിക്ക് നിങ്ങളോട് അറിയണമെന്നുണ്ട്. സബ്സർഫസ് ഡൈക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ എഞ്ചിനീയറിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. NIT-യുമായി ചേർന്ന് ചില ട്രൈബൽ താല്പര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കെട്ടിട നിർമ്മാണ രീതികളുണ്ട്. അവയിൽ ചിലതൊക്കെ ഞങ്ങൾ നടപ്പാക്കുകയും ചെയ്തു ഞങ്ങളുടെ ഫണ്ടിങ്ങിലൂടെ. ഈ ഒരു പ്രധാനപ്പെട്ട മേഖല ദുരന്തം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടത്തിന്റെ അളവുകളാണ്. അവയ്ക്ക് വേണ്ടി വളരെ വിപുലമായ ഒരു പ്രവർത്തനം ഞങ്ങൾ 18-ലും 19-ലും ചെയ്തിരുന്നു. ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഈ ഡാമേജ് ക്യാപ്ചർ ചെയ്ത് അത് അസസ് ചെയ്യുന്നതിന്. അതിൽ കുറച്ചും കൂടി മുന്നേറ്റം ഇനിയും ചില മേഖലകളിൽ ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ട്. അതുപോലെ കേരളത്തില് ഏറ്റവും ദുരന്ത സാധ്യതയുള്ള മേഖലയിൽ വസിക്കുന്നവരെ ഞങ്ങൾ മാറ്റി താമസിപ്പിക്കുന്നു. ഒരു 6 ലക്ഷം രൂപയും 4 ലക്ഷം രൂപ വീടിനും കൊടുത്ത് അവരെ മാറ്റുന്നുണ്ട്. ഏതാണ്ട് 2000-ഓളം കുടുംബം ഇപ്പൊ ആ രീതിയിൽ മാറി പോയിട്ടുമുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പൊ ആ മേഖലയിലും നമ്മൾക്ക് ചില താല്പര്യങ്ങളുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട മേഖല പുതുതായി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് റിസ്ക് ഫിനാൻസിങ്ങിലാണ്. എങ്ങനെ ദുരന്തങ്ങളുടെ ആഘാതം പൊതുസമൂഹത്തിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും, സർക്കാരിൽ നിന്ന് പോലും എങ്ങനെ നമ്മൾക്ക് കുറയ്ക്കാൻ സാധിക്കും, സർക്കാരിന്റെ തലത്തിൽ പോലും അതെങ്ങനെ കുറയ്ക്കാൻ സാധിക്കും. റിസ്ക് ട്രാൻസ്ഫറിൽ കുറേയധികം പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോ ഞങ്ങൾ ഏറ്റവും അവസാനം ഫണ്ടിങ്ങിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ പ്രൊജക്റ്റാണ്. ഡച്ച് ഗവൺമെന്റുമായിട്ട് ചേർന്നുള്ള സീഡ്രിപ്പ് എന്ന ഒരു ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ ഇൻഫർമേഷൻ, ഒരു റിസ്ക് ഇൻഫർമേഷൻ പ്ലാനിംഗ് പ്രൊജക്റ്റാണ്. ഇവിടെ ഈ SDMA സംബന്ധിച്ചിടത്തോളം ധാരാളം ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ഉണ്ട്. ഒരുപാട് ലീഡ് ഓർഗനൈസേഷൻസുമായി ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോ പൊതുവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കൊണ്ടുപോയത്. ഞാനിവിടെ നിർത്തുന്നു. ഇനി 2-3 കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ. എനിക്ക് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഞങ്ങൾ കാണുന്ന ഒരു വിഷയം നമ്മളുടെ സമൂഹത്തിലെ ഏറ്റവും ദുർബലതയുള്ള പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, ഭിന്നശേഷിക്കാർ, അവരെ കൂടെ ചേർത്ത് പിടിക്കുന്നതിനാണ്. അപ്പൊ ഭിന്നശേഷി
സൗഹൃദമായ ദുരന്ത സാധ്യതകൾ ലഘൂകരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് വളരെ താല്പര്യമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കിടപ്പ് രോഗിയായിട്ടുള്ള ഒരാളെ, പാലിയേറ്റീവ് കെയറിലാകാം അല്ലെങ്കിൽ ഭിന്നശേഷി കൊണ്ട് കിടപ്പ് രോഗിയായ ആളാകാം, അവരെ ഒരു വെള്ളപ്പൊക്കത്തിന്റെ സമയത്തോ ഒരു വലിയ ഉരുൾപൊട്ടൽ സാധ്യതയുടെ സമയത്തോ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് ഇന്ന് നമ്മളുടെ സുരക്ഷാ സേനകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ ഈ പരിമിതി എങ്ങനെ തരണം ചെയ്യാം? പല പല സങ്കല്പങ്ങൾ നമ്മൾക്കുണ്ട്. ഒരു ഓട്ടോ ഇൻഫ്ലേറ്റബിൾ ബെഡ് ആകാം. അപ്പൊ ഇവർ കിടക്കുന്ന ബെഡ്, പക്ഷെ അപ്പൊ ആ ബെഡിനോട് അലൈഡ് ആയിട്ട് ഇവരുടെ ഒരുപാട് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാകും. അവരുടെ യൂറിൻ ബാഗ് ഉണ്ടാകും. ചില ആളുകൾ കോൺസ്റ്റന്റ് ആയി വെള്ളം പോലും ട്യൂബ് വഴി കൊടുക്കുന്നവരായിരിക്കും. അപ്പൊ ഈ അലൈഡ് സിസ്റ്റംസിനെ എങ്ങനെ നമ്മൾ അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും? കാരണം അലൈഡ് സിസ്റ്റംസ് ഇല്ലെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പ്രളയത്തിന്റെ സമയത്ത് നമ്മൾ നേരിട്ട ഒരു വലിയ പ്രശ്നമായിരുന്നു. കോവിഡിലും അതുണ്ടായിരുന്നു. നമ്മളുടെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് വേണ്ടുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഹിയറിംഗ് എയ്ഡ് കൊടുത്തിട്ടുള്ളവർക്ക്, അവർക്ക് ബാറ്ററി കിട്ടില്ല. ബാറ്ററി വളരെ അപൂർവമായ സ്ഥലങ്ങളിലേ ഉള്ളൂ. അപ്പോ നമ്മൾക്ക് എങ്ങനെ ഒന്നുകിൽ ബാറ്ററി കൂടുതൽ ലഭ്യത ഉണ്ടാക്കാം, അല്ലെങ്കിൽ ലിഥിയം അയോൺ ബേസ്ഡ് കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി തരത്തക്ക രീതിയിലുള്ള ബാറ്ററികൾ നമ്മൾക്ക് കേരളത്തിൽ സൃഷ്ടിക്കാമോ? അതിന് മാസ് പ്രൊഡക്ഷൻ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? അതിന്റെ സാധ്യതകളെ കുറിച്ച് അറിയേണ്ടത്. മറ്റൊരു മേഖല, ഈ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖല എന്ന് പറയുന്നത്, എനിക്കോ നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഒക്കെ എല്ലാവർക്കും തന്നെ ഒരു തീ ഉണ്ടായാൽ അത് തീയാണ് എന്ന് മനസ്സിലാക്കാനും അതിൽ നിന്ന് മാറിപ്പോകാനും സാധിക്കും. പക്ഷേ ജീവിതത്തിൽ തീയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത മാനസികമായ ഡിസബിലിറ്റി ഉള്ള ഒരുപാട് ആളുകൾ ഈ കേരളത്തിന്റെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവരോട് നമ്മൾ അവരെ എങ്ങനെ നമ്മൾക്ക് എന്ത് തരം എയ്ഡിങ് ഗാഡ്ജറ്റ്സിലൂടെ അവർ ചെന്നെത്തിയിരിക്കുന്ന ഒരു ദുരന്ത സാഹചര്യത്തിലാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ കെയർ ടേക്കേഴ്സിന് അവരെ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതിന്റെ സാധ്യത എന്താണ്? അപ്പോ നമ്മളുടെ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലേക്ക് നമ്മൾ ഇനിയും ഒരുപാട് കടന്നു ചെല്ലേണ്ടതുണ്ട്. ആ ഒരു മേഖലയിൽ ഭിന്നശേഷി സൗഹൃദമായി ദുരന്ത ലഘൂകരണ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ഒരുപാട് മാർഗങ്ങൾ നമ്മൾക്ക് ആരായേണ്ടതുണ്ട്. ഉദാഹരണത്തിന് വീടുകളുടെ നിർമ്മിതിയിൽ പോലും, ഭിന്നശേഷിയുള്ള ആളുകൾ വസിക്കുന്ന വീടുകളാണെങ്കിൽ അവയുടെ നിർമ്മിതിയിൽ പോലും കോസ്റ്റ് എഫക്റ്റീവായി കൂടുതൽ ഭേദപ്പെട്ട രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം, ആ വീടുകൾ എങ്ങനെ കൂടുതൽ സുരക്ഷിതമാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആലോചന നമ്മൾക്ക് വേണം. ഇതൊരു മേഖലയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മേഖലകൾ നിങ്ങൾ കാണേണ്ടത്, ഇന്നും ഇന്ത്യയിൽ ഒരു ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയിൽ പേറ്റന്റ് ഉള്ള ഒരു ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഞാൻ കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. റഡാർ ടെക്നോളജി എന്ന് പറയുന്ന അത്ര ഭീകരവും കോംപ്ലക്സുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിന് വലിയ മഴയും നമ്മളുടെ ഉരുൾപൊട്ടലും ഒന്നും ഉണ്ടാകുന്ന അവസരത്തിൽ വലിയ പ്രയോജനമൊന്നും അതുകൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഭൂമി കുലുക്കം ഉണ്ടായി തകർന്നു പോകുന്ന കെട്ടിടങ്ങളിൽ ആളുകൾ പെട്ടുപോയാൽ അവരെ കണ്ടെത്തുന്നതിന് ഇതൊരു വളരെ പ്രാധാന്യമുള്ള ഉപകരണം. അത് തന്നെ പോർട്ടബിൾ ആയിരിക്കണം, കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റണം. ഒരു ശരാശരി ഒരു 3 മീറ്റർ വരെയെങ്കിലും ഡെപ്തിൽ അതിന് കാര്യങ്ങൾ കാണാൻ പറ്റണം. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഇതെല്ലാം മേടിക്കാൻ കിട്ടും. 2 കോടിയോ 3 കോടിയോ കൊടുത്താൽ മേടിക്കാൻ കിട്ടും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഇല്ല? നമ്മൾക്ക് എന്തുകൊണ്ട് ഇത് നിർമ്മിക്കാൻ പറ്റുന്നില്ല? മറ്റൊരു മേഖലയാണ്. അതുപോലെ ഞാൻ നെതർലാൻഡ്സിലെ സെന്റർ ഫോർ ഡിസാസ്റ്റർ റെസിലിയൻസിലെ ഒരു പെർമനന്റ് ഫെല്ലോ ആണ്. ഇടയ്ക്ക് വളരെയധികം അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പഠിച്ചതൊക്കെ അവിടെ ആയതുകൊണ്ടാണ്. അവിടെ ഞങ്ങൾക്കൊരു റിസ്ക് ലാബ് ഉണ്ട്. ആ ലാബിൽ ഈ കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ കണ്ട ഒരു രസകരമായ ഗവേഷണ മേഖല ഈ ഫയർ റിട്ടാർഡൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഫയർഫോഴ്സിലെ സഹോദരങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളൊക്കെ പലപ്പോഴും TV-യിൽ കാണാറുണ്ട്. വളരെ ചൂടുള്ള സമയത്താണ്, ആ സാഹചര്യത്തിലാണ് അവർ ഇടപെട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നത്. അവർക്കൊരു നല്ല ലാബോറട്ടറി ഇപ്പോൾ അവരുടെ ശംഖുമുഖത്തെ ഫയർ സ്റ്റേഷനിലുണ്ട്.
അവിടെ അവർ ഒരുപാട് പരീക്ഷണങ്ങൾ, മെക്കാനിക്കൽ പരീക്ഷണങ്ങൾ വണ്ടികളുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. പക്ഷെ നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന, എന്തുകൊണ്ട് സ്വയം സുരക്ഷിതമാകാവുന്ന തരത്തിലുള്ള ഒരു സൂട്ട്, ഒരു കംപ്ലീറ്റ് ഫയർ പ്രൂഫ് അറ്റ് ദ സെയിം ടൈം എൻവയൺമെന്റലി സെൻസിങ് സൂട്ട്, അവരെന്ത് ചൂടിലൂടെയാണ് നടക്കുന്നത്, അവർക്ക് തെർമൽ ക്യാമറകളുടെ സഹായത്തോടു കൂടി കാണാൻ പറ്റുക, പുകയുള്ള സാഹചര്യത്തിലും കാണാൻ പറ്റുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ഇന്റേണലി ക്ലൈമറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു സൂട്ട് എന്തുകൊണ്ട് നിർമ്മിച്ചുകൂടാ? ഇത്തരം ഒരു സൂട്ടിന്റെ നിർമ്മിതി പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇനി സൂട്ട് ഒരു ഘടകം, സൂട്ട് പോലും റിട്ടാർഡാണ്. പക്ഷെ അവര് ധരിക്കുന്ന ഷൂസിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവരെ നിയന്ത്രിക്കുന്ന പുറത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഉള്ളിൽ ഈ പ്രവർത്തിക്കാൻ പോകുന്നവർക്കും ഒക്കെ പല രീതിയിലും സഹായകരമായിരിക്കും. അവരുടെ ഷൂസ് അവർ പോകുന്ന സാഹചര്യത്തിനെ സെൻസ് ചെയ്യുന്ന ഷൂസ് ആണെങ്കിൽ ചൂട് സെൻസ് ചെയ്യാൻ പറ്റണം, അതിൽ മോയ്സ്ചർ സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ വളരെ ചൂടുള്ള എൻവയൺമെന്റിൽ പോകുമ്പോഴും ആ ഷൂസ് കൂളായിരിക്കണം. ഷൂസിനുള്ളിൽ നിന്ന് ചൂട്, അവിടുത്തെ വിവിധങ്ങളായ വായുവിൽ കലർന്നിട്ടുള്ള വിവിധങ്ങളായ ഫ്യൂംസ് എന്തൊക്കെയാണ് എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. ഈ ബൂട്ടിൽ ആ ബൂട്ട് ധരിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു റേഡിയേഷൻ ഡിറ്റക്ഷൻ എക്യുപ്മെന്റ് അതിനുള്ളിൽ ബിൽറ്റ് ഇൻ ആയിരിക്കണം. ആ സൂട്ടിലോ ഷൂസിലോ ചെയ്യാവുന്നതാണ്. അത്തരം ഒരു സാധ്യതയുണ്ട്. ഇന്റഗ്രേറ്റഡ് ആയി ഈ സൂട്ടിലും ബൂട്ടിലും കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാൻ പറ്റുമോ? അപ്പൊ കമ്മ്യൂണിക്കേഷന് വേണ്ടി അവർ ഒരു എക്യുപ്മെന്റും കയ്യിൽ കരുതേണ്ടതില്ല. ആ സൂട്ടിലൂടെ തന്നെ സംസാരിക്കാനും അതിനെ കൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യിക്കാനും പറ്റുമോ പുറത്തുള്ള ആളുകൾക്ക്? അപ്പോ ഇത്തരം ഒരു സാധ്യതയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഈ ഡ്രോൺ ടെക്നോളജിയൊക്കെ ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് അതിന്റെ ഡ്രോണിന്റെ DMലെ ആപ്ലിക്കേഷൻസിന്റെ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. വളരെ വിപുലമായ ഒരു ഗൈഡ് ലൈൻ ഇപ്പോൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കുറെ സാധ്യതകൾ തുറന്നു ഇടുന്നുമുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ ആ മേഖലയിലേക്ക് മനസ്സിലാവും. ഐ ആം നോട്ട് എ ഫാൻ ഓഫ് ഡ്രോൺ. കാരണം അതെന്റെ 2018ലെയും 2019ലെയും അനുഭവത്തിൽ എനിക്ക് അതിന്റെ പരിമിതികൾ, ദുരന്ത സമയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുള്ള പരിമിതികൾ അറിയാവുന്നതുകൊണ്ടും ദേശീയ തലത്തിൽ അതെങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് തീരുമാനിച്ച കമ്മിറ്റി അംഗം എന്ന നിലയിൽ അതുകൊണ്ട് എനിക്ക് ചില റിസർവേഷൻസ് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾക്ക് ഈ ഡ്രോണിനുള്ളിൽ തന്നെ ഇന്റഗ്രേറ്റഡ് IR ക്യാമറ സെൻസേഴ്സ് സ്ഥാപിക്കാൻ പറ്റുമോ? അപ്പൊ അവിടെ പേലോഡ് മാത്രം പോരാ, IR മാത്രം പോരാ, ചിലപ്പോൾ ചില ആക്റ്റീവ് സെൻസേഴ്സും വെക്കേണ്ടി വരും. സോ വി സെൻഡ് ഔട്ട് an electromagnetic pulse, maybe in the IR spectrum or something, and then take stock of it. Return pulse has to be recorded. അതിനെ അനലൈസ് ചെയ്യാനും ലൈവായി അനലൈസ് ചെയ്ത് ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലോ പുറകിലോ ഒക്കെ ഉള്ള ത്രെട്ടുകളെ നമ്മൾക്ക് പെർസീവ് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള സാധ്യതയെ കുറിച്ച് നമ്മൾക്ക് ആരായാം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെ പോലെ കുറെ ചെറുപ്പക്കാരനെ കാണാൻ വന്നിരുന്നു. അവരൊരു VR ടെക്നോളജിയിലൂടെ ചില കാര്യങ്ങൾ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിന്റെ ചർച്ചയ്ക്കാണ് വന്നത്. അവരതിന്റെ ഒരു പ്രോട്ടോടൈപ്പും കാണിച്ചിരുന്നു. പക്ഷേ അതിൽ ഇനിയും കൂടുതൽ നമ്മൾക്ക് സമയം ചെലവഴിക്കേണ്ടതുണ്ട്. ഓരോ മനുഷ്യനെയും അവർ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള അപകട സാധ്യതകളും അതിൽ പ്രധാനമായും കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾക്ക് VR ടെക്നോളജിയുടെ സാധ്യതകളിലൂടെ ദുരന്ത ലഘൂകരണത്തിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി നമ്മള് മറ്റൊരു മേഖലയിലേക്ക് പോയാൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്ക് ഒട്ടനവധി തരം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. ഞാൻ കാണിച്ചല്ലോ, VHF മുതൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ഫോൺസ് വരെയുള്ള ഒരു ബൃഹത് ശൃംഖല തന്നെയുണ്ട്. പക്ഷേ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ഈ ഓപ്പൺ പ്ലാറ്റ്ഫോംസിന്റെ പുറത്ത് ഇപ്പൊ നമ്മളുടെ IC4 ലോറ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ലോറയ്ക്ക് ചില പരിമിതികളുണ്ട്. പക്ഷേ ആ ലോറയെ നമ്മൾക്ക് ദുരന്ത നിവാരണത്തിന് ഇപ്പൊ ഞങ്ങൾ UV റേഡിയോ മീറ്റേഴ്സും കുറച്ചധികം വെതർ സ്റ്റേഷൻസും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ UV റേഡിയോ മീറ്റേഴ്സ് ഞങ്ങളും IC4 കൂടി ചേർന്നാണ് സ്ഥാപിച്ചിട്ടുള്ളത്, ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ സെൻസിങ് എക്യുപ്മെന്റ്. പക്ഷേ ആ ലോറയിലൂടെ ദുരന്ത സാധ്യതകളെ കുറിച്ച് കൂടുതൽ വ്യക്തതയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ?
അതിന് ഉള്ള സാധ്യത എന്താണ്, സാഹചര്യം എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് ആ മേഖലയിലും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു സെൽഫ് സസ്റ്റനൻസിന്റെ ആവശ്യകത ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇനി നമ്മൾക്ക് കുടിവെള്ളത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കുടിവെള്ളം. കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങള് കുട്ടനാട് താലൂക്കില് അറ്റ്മോസ്ഫിയറിക് വാട്ടർ മേക്കർ എന്ന ഒരു ഉപകരണം മേടിച്ചു വെച്ചിരുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നതിനുള്ള സംവിധാനം. അവിടെ നമ്മൾ കണ്ടത് ഈ അറ്റ്മോസ്ഫിയറിക് വാട്ടർ മേക്കർ അമേരിക്കയിലെ ഒരു കമ്പനിയുടെ പേറ്റൻസിയോടുകൂടിയാണ് ഇത് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ വിവിധങ്ങളായ മറ്റ് സ്പിൻ ഓഫുകളെ കുറിച്ച് നമ്മൾക്ക് ആലോചിക്കാൻ വേണ്ടി, കേരളത്തിലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഊഷ്മാവാണ്, അന്തരീക്ഷ ഊഷ്മാവാണ്. ആൻഡ് ഇറ്റ്സ് യൂബിക്വിറ്റസ്ലി അവൈലബിൾ ആൻഡ് ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്ലി റീപ്ലനിഷ്ഡ്. ഈ അന്തരീക്ഷ ഊഷ്മാവിനെ നമ്മൾക്ക് അട്ടപ്പാടി പോലെയോ കുട്ടനാട്ടിലെ ചില മേഖലകളിലോ ഇടുക്കിയിലെ തന്നെ ചില പ്രദേശങ്ങളിലോ ജലലഭ്യത തീരെ കുറയുന്ന സാഹചര്യങ്ങളിൽ അവിടെ കുടിവെള്ളം ലഭ്യമാക്കാനായി നമ്മൾക്ക് സൃഷ്ടിച്ചെടുക്കാമോ? അതിനൊരു ലോക്കലൈസേഷൻ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇതെല്ലാം ലോക്കലൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ആ ഒരു സങ്കല്പം മുൻകൊള്ളുന്നത്. ഇതേപോലെ തന്നെ നമ്മൾക്ക് കാണാവുന്ന ഒരു കാര്യം, നമ്മളിപ്പോ ഒരുപാട് ഇപ്പൊ നിങ്ങളെല്ലാവരും കാറുകളിലുള്ള ഇലക്ട്രിക് കാറുകളിലുള്ള റീജൻ ടെക്നോളജി കാണുന്നുണ്ടാകും. എനിക്കൊരു എൻ്റെ ഹൈൻസൈറ്റിലുള്ള ഒരു തോട്ടാണ്, നമ്മൾക്ക് ഒരുപാട് നമ്മുടെ റോഡുകളിൽ പല സ്ഥലങ്ങളിലും ഹമ്പുകളുണ്ട്. ഈ ഹമ്പുകൾക്കുള്ളിൽ ഒരു റീജനറേറ്റർ സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു വണ്ടി കയറി പോകുമ്പോൾ ആ ഹമ്പ് താഴുകയും ഈ റീജനറേറ്റർ ഇതിന്റെ എനർജി അബ്സോർബ് ചെയ്യുകയും ആ റീജനറേറ്ററിലൂടെ ഒരു പമ്പിനെയോ അല്ലെങ്കിൽ ഒരു ബാറ്ററി റീചാർജ് ചെയ്യാം അല്ലെങ്കിൽ ഒരു പമ്പിനെയോ പ്രവർത്തിപ്പിച്ചാൽ നമ്മൾക്ക് ലോക്കലായി തന്നെ ഒരു പമ്പിംഗ് സിസ്റ്റത്തിലൂടെ ആ പ്രദേശത്ത് വെള്ളം കോൺസ്റ്റന്റ്ലി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ there is a reuse of the energy that is being used. അപ്പൊ ഇത് നമ്മൾക്ക് ഇതിനുള്ളൊരു സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം. ഇതൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. അത്തരം ഒരു റീജൻ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഒരുപാട് സാധ്യതകൾ അതിൽ നിന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മേഖലകളിലൊക്കെ നമ്മൾക്ക് പഠിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കൂടുതൽ സൂക്ഷ്മമായി പഠിക്കേണ്ടുന്ന മറ്റൊരു മേഖലയാണ് കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച്. അവിടുത്തെ വാർണിംഗ് സിസ്റ്റംസിനെ കുറിച്ചൊക്കെ ഒരുപാട് ഗവേഷണങ്ങൾ പലരും നടത്തുന്നുണ്ട്. ആഗോളതലത്തിൽ തന്നെ അത്തരം ഗവേഷണങ്ങൾ വലിയ ഫലമൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ ചില സാങ്കേതിക വിദ്യകൾ, ഞാൻ നെതർലാൻഡ്സിൽ പഠിക്കുന്ന കാലത്തും ഇപ്പോഴും പോകുമ്പോൾ കാണുന്ന ചില സാങ്കേതിക വിദ്യകൾ നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ, അത് ലോറയുമായി ക്ലബ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന ഒരു ചിന്ത കുറച്ച് നാളായിട്ടുണ്ട്. എൻ്റെ ഒരു സങ്കല്പത്തിൽ വളരെ ചെറുതായ ഒരു ചിപ്പ്, ഒരു ബേസിക് ട്രാൻസ്മിറ്റർ, അത് സെൽഫ് അവെയർ ആയിരിക്കണം അബൌട്ട് ഇറ്റ്സ് ലൊക്കേഷൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി വർക്കിംഗ് ഓൺ എ മെഷ്. ഒരു മെഷ് എൻവയൺമെന്റിൽ പരസ്പരം കണക്റ്റഡ് ആയി വർക്ക് ചെയ്യുന്ന സർഫീഷ്യൽ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾക്ക് ഇത്തരം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും മാസായി ഒരു ബഞ്ച് 1000 മുട്ടുസൂചികൾ ഒരുമിച്ച് കൊണ്ടിടുന്നത് പോലെ നമ്മൾക്ക് ഒരു പ്രദേശത്ത് കൊണ്ടിടാനും അവ സെൽഫ് ഓർഗനൈസ് ചെയ്ത് അവയിൽ നിന്നുള്ള വിവരങ്ങൾ ഒരു ലോറ നെറ്റ്വർക്ക് വഴി നമ്മൾക്ക് സെൻസ് ചെയ്തുകൊണ്ടിരിക്കാനും പറ്റണം. ഈ സെൻസറുകൾക്ക് സിഗ്നിഫിക്കന്റ് ആയ മൂവ്മെന്റ് ബിറ്റ്വീൻ ഈച്ച് വൺ. അപ്പൊ അവിടെ ഒരു റിലേറ്റീവ് മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാൻ ഇതിന് പറ്റണം. അങ്ങനെ ഒരു റിലേറ്റീവ് മൂവ്മെന്റ് ഉണ്ടാകുന്ന അവസരത്തിൽ ഈ റിലേറ്റീവ് മൂവ്മെന്റിനെ സംബന്ധിച്ച ആ മെഷിൽ നിന്നുള്ള വിവരം നമ്മൾക്കൊരു ഇന്റഗ്രേറ്റഡ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരികയും ഒരു എക്സ്പേർട്ടിന് അത് അനലൈസ് ചെയ്യാനും പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചൊക്കെ പ്രദേശങ്ങളിലെങ്കിലും കേരളത്തിൽ ഉണ്ടാകുന്ന ചില ഉരുൾപൊട്ടലുകളെ നമ്മൾക്ക് പ്രവചിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വളരെ ഫണ്ടമെന്റലായ ആ ചിപ്പിന്റെ ഡിസൈൻ മുതൽ ആ ചെറിയ ഗാഡ്ജറ്റിന്റെ, അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിപ്പിച്ച ഗാഡ്ജറ്റ് നമ്മളുടെ ആപ്പിളിന്റെ പുതിയ ബട്ടൺ, നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. വളരെ ചെറിയ ഒരു ഉപകരണം, അതിന്റെ പേരെന്താന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ ട്രാക്കറാണ് എന്നെ കൊണ്ട് ഇത് ചിന്തിപ്പിച്ചത്. അതിന് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് ഒരുപക്ഷെ ലോറ വഴിയും കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു റീ എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് ഈ സ്മോൾ ഡിവൈസ്, ബട്ടൺ ലൈക്ക് ഡിവൈസസിൽ അത് മാസ് പ്രൊഡക്ഷന് പറ്റണം. വളരെ ചീപ്പായി മാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവ നമ്മൾക്ക് പ്രയോജനപ്പെടും. അത് വളരെയധികം അതിനുള്ളിലേക്ക് മറ്റു ചില ഘടകങ്ങൾ കൂടി കൊണ്ടുവരാമെങ്കിൽ
ഇപ്പോൾ അവിടുത്തെ അന്തരീക്ഷ ഊഷ്മാവിനെ അറ്റ്മോസ്ഫിയറിനെ സെൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ദ സിംപ്ലസ്റ്റ് സെൻസർ. ആ ഒരു സെൻസറും കൂടി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ അവിടുത്തെ അന്തരീക്ഷത്തെ കുറിച്ചുള്ള വിവരങ്ങളും കിട്ടും. പക്ഷെ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്, ആ മൂവ്മെന്റ് ആണ് നമുക്ക് ട്രാക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു സങ്കല്പമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. മറ്റൊരു മേഖല, നമ്മൾക്ക് ഇപ്പോൾ ഒരുപാട് ഫ്ലഡ് ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഉണ്ട്. അവയെല്ലാം വർക്ക് ചെയ്യുന്നത് ട്രാൻസ്മിറ്റേഴ്സ്, നമ്മുടെ ന്യൂമാറ്റിക് ട്രാൻസ്ഡ്യൂസേഴ്സ് സ്ഥാപിച്ചുകൊണ്ട്, ഇസോമീറ്റേഴ്സ് ഒക്കെ സ്ഥാപിച്ച് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് അതിലുണ്ടാകുന്ന വാട്ടർ ലെവലൊക്കെ ഗേജ് ചെയ്തിട്ടാണ്. ഇവയെ ഇൻഡിപെൻഡന്റ് ആയി ഇതേപോലൊരു ബട്ടണിലൂടെ ഒരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ആക്കി മാറ്റാൻ പറ്റും. ഒരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ആക്കി മാറ്റുകയും പല തലങ്ങളിൽ, ഇപ്പോൾ അപകടകരമായ വെള്ളത്തിൽ പൊതുവിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതും, നദി അതിന്റെ ആദ്യത്തെ ബാങ്ക് കടക്കുമ്പോൾ ഇത് വെള്ളവുമായി കോണ്ടാക്ട് ഉണ്ടാവുകയും ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യുന്ന രണ്ടാമത്തതും, അതിൽ നിന്ന് നമ്മൾക്ക് വെറുതെ വാട്ടറിന്റെ ഹൈറ്റ് മാത്രം പോരാ, വാട്ടർ വെലോസിറ്റിയും കൂടി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള സാധ്യതയുണ്ടോ, അതിനെക്കുറിച്ച്. അപ്പോൾ അവിടെയും സെൻസർ ഡിസൈനിലേക്ക് നമ്മൾക്ക് പോകേണ്ടി വരും. അത്തരം ഒരു സാധ്യത നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, ഇത് മറ്റൊരു മേഖലയായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. ഇവയൊക്കെ കുറച്ച് ഫണ്ടമെന്റൽ റിസർച്ച് വേണ്ടി വരുന്ന മേഖലയാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കയ്യിൽ വർഷങ്ങളായി വിവിധ ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന മഴയുടെയും ചൂടിന്റെയും കാറ്റിന്റെയും അന്തരീക്ഷ സ്ഥിതി, അടുത്ത ദിവസങ്ങളിലുള്ള അന്തരീക്ഷ സ്ഥിതിയുടെ വിശദമായ മോഡൽ ഫോർകാസ്റ്റ് ഔട്ട്പുട്ടുകളുണ്ട്. ഇവ നിരന്തരം വരുന്നുമുണ്ട്, എല്ലാ ദിവസവും ഒരുപാട് എണ്ണം വരുന്നുണ്ട്. അപ്പൊ ഇവയെ ആദ്യം ഇവയിൽ നിന്ന് ചില റൂളുകൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ചിലതരം പാറ്റേണിലുള്ള കാറ്റും മഴയും വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് ചില പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതിനെ നമ്മൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഡിറ്റക്ട് ചെയ്താൽ അവയെ നമ്മൾക്കൊരു AI സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് അതിലൊരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അതിനുള്ള ഒരു അറ്റംപ്റ്റ് ഞങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. പർട്ടിക്കുലർലി വിൻഡ് പാറ്റേൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു AI ടൂളിന്റെ ആവശ്യകതയുണ്ട്. ഒരു AI ഇൻവെസ്റ്റിഗേഷൻ അതിൽ നടത്തേണ്ടി വരും. കാരണം ലാർജ് ഡേറ്റ സെറ്റ്സ് ആണ്, മാസീവ് ഡേറ്റ സെറ്റ്സ് ആണ്. അപ്പൊ ആ മാസീവ് ഡേറ്റ സെറ്റ്സിനെ നമ്മൾക്ക് ഹ്യൂമൻലി കോംപ്രിഹെൻഡ് ചെയ്ത് നമ്മൾ അന്വേഷിക്കുന്ന പാറ്റേൺസ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പരിമിതികളുണ്ട്. അപ്പൊ അതിനുള്ള സാധ്യതയുണ്ടോ, അതിനെക്കുറിച്ച് നമ്മൾക്ക് ആരായാവുന്നതാണ്. അതിനും നിങ്ങളുമായി സഹകരിക്കാൻ താല്പര്യമുണ്ട്. ഇനി മറ്റൊരു മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾക്ക് ചൂട്, ഇടിമിന്നൽ. അപ്പൊ അത് ഇടിമിന്നൽ അവിടെ നിൽക്കട്ടെ, ചൂടിലേക്ക് വരാം. ചൂടിന്റെ കാര്യത്തിൽ കേരളത്തിൽ നമ്മൾക്ക് ഒരുപാട് അംഗൻവാടികളുണ്ട്. ഈ അംഗൻവാടികളിൽ വെറ്റ് ബൾബ് തെർമോമീറ്റർ വെച്ച് അത് മെഷർ ചെയ്യണം. ഒരാൾ രാവിലെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചർമാരെ, ആരെങ്കിലുമൊക്കെ അംഗൻവാടികളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മ അംഗൻവാടികൾ നോക്കി നടത്തിയിരുന്ന സൂപ്പർവൈസർ ആയതുകൊണ്ട് ഞാൻ നേരിട്ട് അവിടെ പോയി കണ്ടിട്ടുണ്ട്. അവിടുത്തെ ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വികൃതിയും ചെയ്യുന്ന വലിയൊരു സംഘം കുട്ടികളാണ്. അപ്പൊ അവരെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ തന്നെ നേരമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ഇനി ശാസ്ത്രവും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഈ അംഗൻവാടികൾ പലതും സ്ഥലപരിമിതിയുള്ള പ്രദേശങ്ങളിലാണ്. സ്ഥലപരിമിതി ഉണ്ടവർക്ക്. കുട്ടികൾ ഈ ചൂട് വളരെയധികം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ കുട്ടികളുടെ അവര് അനുഭവിക്കുന്ന ചൂട് കുറയ്ക്കുന്നതിന്, ഇപ്പൊ മുകളിലുള്ള ഫാൻ ഇട്ടാൽ, നിങ്ങൾ കഴിഞ്ഞ മാസം ഒന്നും നമ്മളുടെ സീലിംഗ് ഫാൻ ഇട്ട് വീട്ടിൽ ഇരുന്നിട്ടുണ്ടാകും 1ാം നിലയിൽ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരെ ഒന്ന് നമുക്ക് തൊഴുതു കാണിക്കണം. കാരണം അത്രയധികം ചൂടായിരുന്നു. നമ്മുടെ കോൺക്രീറ്റ് അതുപോലെ ചൂട് ആഗിരണം ചെയ്തു. പക്ഷെ ഈ കുട്ടികളെ, അവരുടെ ആ അന്തരീക്ഷത്തിനെ തണുപ്പിക്കുന്നതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ ആ അന്തരീക്ഷം തണുപ്പിക്കാം? അപ്പൊ അവിടെ AC വെക്കണം എന്ന് പറഞ്ഞാൽ അതൊരു വളരെ എനർജി ഇന്റൻസീവ് ആയിട്ടുള്ള പ്രക്രിയയാണ്. നമ്മൾക്ക് ചൂടിനെ ടാപ്പ് ചെയ്ത് സോളാർ എനർജി കൊണ്ട് പ്രവർത്തിക്കുന്ന തരത്തിൽ നമ്മൾക്ക് AC അല്ലാതെ, എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് അന്തരീക്ഷവുമായുള്ള ബന്ധം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലാണ്. പക്ഷെ പുറമേ ഉള്ള ചൂടിൽ നിന്ന് നമ്മൾക്ക് അവരെ ഒരു 2 or 3 ഡിഗ്രി കുറച്ച് തണുത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു പൈപ്ഡ് വാട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമോ? അപ്പോൾ എല്ലാ അംഗൻവാടികളിലും നമുക്കിത് അതിൽ വല്ലതും സ്ഥാപിച്ച് അവിടുത്തെ തന്നെയുള്ള സോളാർ എനർജി ടാപ്പ് ചെയ്ത്
ഇതിലൂടെ കൂൾ വാട്ടർ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. സൈക്ലിംഗ് വാട്ടർ ഉണ്ടാകുമ്പോൾ ആ ഒരു ക്ലോസ്ഡ് എൻവയൺമെന്റിൽ കുറച്ച് തണുപ്പ് വരികയില്ലേ, വരാമോ? അതോ ഇതിനേക്കാൾ എഫിഷ്യന്റ് ആയ മറ്റെന്തെങ്കിലും നിങ്ങളുടെ സങ്കല്പത്തിലുണ്ടോ? പക്ഷേ ആത്യന്തികമായി നമ്മൾക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ, നമ്മളുടെയൊക്കെ കുട്ടികൾ നാളെ ചിലപ്പോൾ പഠിക്കാൻ പോകേണ്ടി വരുന്ന അംഗൻവാടികളിലെ കുട്ടികൾക്ക് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ തീവ്രമായ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. അത് എയർ കണ്ടീഷനിങ് എന്ന വളരെ എനർജി ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനായി മുന്നോട്ട് വയ്ക്കാനും പാടില്ല. ഹൗ ഡു വി ഡു ദാറ്റ്? പ്രോബബ്ലി അവരുടെ ചുറ്റുമുള്ള മെലിവിനെ മെച്ചപ്പെടുത്തുന്നതിലൂടെ ചെയ്യാം. ശരിയാണ്, അതൊക്കെ സോഫ്റ്റ്വെയർ ഗ്രീൻ സൊല്യൂഷൻസ് ആണ്. വി ഹാവ് ആൻ NBS ടീം വിച്ച് ലുക്സ് അറ്റ് ഇറ്റ്, നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ്. പക്ഷെ ഓൺ ദ അതർ സൈഡ് ഗാഡ്ജറ്ററി സൊല്യൂഷൻസ് എന്തെങ്കിലും നമ്മൾക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ? കോസ്റ്റ് എഫക്റ്റീവ് ഗാഡ്ജറ്ററി. അതുപോലെ നമ്മൾ പലയിടത്തും ഫ്ലോട്ടിംഗ് ഹൗസസിനെ ഒക്കെ കണ്ടു. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് വലിയ ഫ്ലോട്ടിംഗ് ഹൗസസ് ഒക്കെ കണ്ടിരുന്നു. പക്ഷേ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം റിസപ്റ്റിവിറ്റിയുടേതാണ്. ആളുകൾ ഈ ഫ്ലോട്ടിംഗ് ഹൗസസിൽ താമസിക്കണമെന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ നമ്മൾ ഹൗസ് ബോട്ടുകൾ, ഇന്നിപ്പോ അത് വലിയ ഒരു ഫാഷനായി മാറിയെങ്കിൽ പണ്ടൊക്കെ ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്നത് മഴക്കാലത്ത് കുടുംബങ്ങൾ ജീവിച്ചിരുന്നതാണ്. ഒരു കുടുംബമായി തന്നെ യാത്ര ചെയ്ത് മലഞ്ചരക്കും മറ്റുമൊക്കെ ശേഖരിച്ച് വിറ്റിരുന്ന സംവിധാനങ്ങളായിരുന്നു. പക്ഷേ ഈ ഫ്ലോട്ടിംഗ് ഹൗസസിന്റെ റിസപ്റ്റിവിറ്റി ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്സിലേക്കാണ് കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മളുടെ സമൂഹത്തിലെ കൂടുതൽ ദുർബലതയുള്ള ജനത പലപ്പോഴും പഴയതുപോലെ തന്നെയുള്ള റെഡ് ബ്രിക്ക് കൺസ്ട്രക്ഷനെയാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. What is the alternative that we can put forth for hard rock, aggregate and wall? Alternate FRBL ടെക്നോളജിയെ കുറിച്ചൊക്കെ നന്നായി അറിയുന്ന ആളും 18 മുതലുള്ള സമയത്ത് അത് പ്രോത്സാഹിപ്പിക്കാൻ കുറേയധികം ശ്രമങ്ങൾ എടുത്ത ആളുമാണ്. പക്ഷേ അവയ്ക്കൊക്കെ റിസപ്റ്റിവിറ്റി, ഒരു ബാരിയർ ഉണ്ട്. ആളുകളുടെ മൈൻഡിൽ ഒരു ബാരിയർ ഉണ്ട്. അത് എങ്ങനെ തരണം ചെയ്യും? അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ റിസപ്റ്റീവായ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുമോ? പാറയ്ക്ക് പകരം എന്ത്? നാട്ടിൽ മുഴുവൻ പാറകൾക്കെതിരെ സമരമാണ്. എനിക്ക് ഒരു ദിവസം ഒരു 10 എണ്ണമെങ്കിലും വരും. പക്ഷെ അവരോട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്രയും അധികം റോഡ് കേരളത്തിൽ ആവശ്യമുണ്ടോ? അപ്പൊ റോഡ് വേണമെന്ന് പറഞ്ഞാൽ പാറ വേണം, അഗ്രഗേറ്റ് വേണം. ഈ പാറ ഇല്ലാതെ റോഡ് നിർമ്മിക്കാൻ പറ്റുമോ? അപ്പൊ അതിന് മറ്റെന്തെങ്കിലും അഗ്രഗേറ്റ് കണ്ടെത്തേണ്ടി വരും. എന്താണത്? അങ്ങനെ ഒരു ചിന്ത, ഒരു ഫണ്ടമെന്റൽ ചിന്ത നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളുടെ പരിസ്ഥിതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളെ അവയിലുള്ള ചൂഷണം, മനുഷ്യന്റെ ചൂഷണം കുറയ്ക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകൾ, അത്തരം സയൻസ് മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? എങ്കിൽ മാത്രമേ ഞങ്ങളെ പോലെയുള്ളവർക്ക് നിങ്ങൾ ഈ ക്വാറി പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ പൊതുജനത്തിനോടും മറ്റുള്ളവരോടും പറയാൻ പറ്റുക അതിന് പകരം ഇത് ഉപയോഗിക്കാം. ഇനി ഇടിമിന്നലിലേക്ക് വന്നാൽ, ഇടിമിന്നലിന്റെ ട്രാക്കിംഗ് ഒക്കെ ഞങ്ങൾക്ക് ലഭ്യമാണ്. പക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ കാണേണ്ടത്, ഇടിമിന്നലിലൂടെ മരണം കുറഞ്ഞെങ്കിലും നമ്മളുടെ വീടുകളിലെ വൈദ്യുതി സംവിധാനങ്ങളും നമ്മളുടെ TV ഒക്കെ ധാരാളം കത്തിപ്പോകുന്നുണ്ട്. അപ്പോ നമ്മൾക്കിപ്പോ ഒരു 30 മിനിറ്റ്സിന്റെ വാർണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ ഇടിമിന്നലിനെ കുറിച്ച് വിവരമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് സ്മാർട്ട് ഇലക്ട്രിക് മീറ്ററുമായി ഇതിനെ കപ്പിൾ ചെയ്താൽ, ആ സ്മാർട്ട് ഇലക്ട്രിക് മീറ്ററിലൂടെ നമ്മൾക്ക് റിമോട്ട്ലി ഈ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്തിന് ഒരു 15 മിനിറ്റ് മുമ്പ് എൻറ്റയർ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുകയും അത് തുടർന്ന് ഇടിമിന്നലിന് ശേഷം ഇടിമിന്നലിന്റെ ത്രെട്ട് പോയി എന്ന് ഉള്ള ഇൻഫർമേഷൻ വരുമ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റുമോ? ടു സ്റ്റാർട്ട് വിത്ത് അത്രയുമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിലും അതിൽ ഒരുപാട് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പിന്നീട് അങ്ങോട്ട് വേണ്ടി വരും. ആശുപത്രിയിൽ അതേ രീതി ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പോ വലിയ എന്താ പറയുന്നത്, ഇലക്ട്രിസിറ്റി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റംസിൽ അത് ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതൊക്കെ മറ്റ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ്. പക്ഷെ അത്തരം ഒരു സാധ്യതയുണ്ടോ? ഇനി സ്മാർട്ട് മീറ്ററുകൾ ഇന്ന് കേരളത്തിൽ പോപ്പുലർ ആവാൻ തുടങ്ങുകയാണ്. ഒരുപാട് ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ലോകം മുഴുവൻ സ്മാർട്ട് മീറ്ററിംഗിലേക്ക് പോയി. ഈ സ്മാർട്ട് മീറ്ററുകളെ നമ്മൾക്ക് ഒരു സെൻസിങ് എക്യുപ്മെന്റ് ആക്കി മാറ്റാൻ പറ്റും. ഈ സ്മാർട്ട് മീറ്ററുകളിലേക്ക് ഒരു ഹൈഗ്രോമീറ്റർ, അപ്പൊ അവിടെ അവിടുത്തെ ടെമ്പറേച്ചറും അവിടുത്തെ ഹ്യൂമിഡിറ്റിയും മാത്രം മെഷർ ചെയ്ത്, ഈ സ്മാർട്ട് മീറ്റർ എങ്ങനെയാണോ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിലൂടെ അതിലെ
ലോഡ് എന്താണ് എന്നുള്ളതും അതിന്റെ റീഡിങ്സ് എന്താണെന്നുള്ളതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതേ ട്രാക്കിലൂടെ ഈ വിവരം നമ്മൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നമ്മൾ കേരളത്തിലെ ഏതാണ്ട് 40 ലക്ഷം വീടുകളെ ഒറ്റയടിക്ക്, 40 ലക്ഷം കണക്ഷനുകളെ ഒറ്റയടിക്ക് കേരളത്തിന്റെ പ്രകൃതിയെ മനസ്സിലാക്കുന്നതിനുള്ള, കേരളത്തിന്റെ ചൂട്, കേരളത്തിന്റെ അന്തരീക്ഷ ഊഷ്മാവ് ഇവ മനസ്സിലാക്കുന്നതിനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റും നിമിഷ നേരം കൊണ്ട്. കാരണം ഈ ഡേറ്റ മുഴുവൻ ഇതിലൂടെ വളരെ ഫ്രീ ആയി തിരിച്ചു വരികയും ചെയ്യും. അപ്പൊ ഇതിനുള്ളൊരു സാധ്യതയുണ്ടോ? അവയെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് ആക്കാൻ പറ്റുമോ? ഈ മീറ്ററുകൾ എല്ലാ വീട്ടിലും, വയർഡ് കണക്ഷനുള്ള എല്ലാ മീറ്ററിലും ഉണ്ട്, എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോ അവിടെ നമ്മൾക്ക് ഒരു അടിയന്തര ഘട്ടം വരുന്നു. അപ്പൊ ആ വീട്ടിൽ ഒരു ത്രെട്ട് ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കത്തിന്റെ ത്രെട്ടാകട്ടെ, ശക്തമായ മഴയുടേതാകട്ടെ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു കള്ളനായിക്കൊള്ളട്ടെ, അയാൾ ഇവിടെ ഉണ്ട് എന്ന ത്രെട്ട് പൊതുസമൂഹത്തിനോ നമ്മൾക്കോ തിരിച്ച് ഈ വലിയ സൈറണൊന്നും മുഴക്കി അറിയിക്കാതെ തന്നെ നമ്മളെ അറിയിക്കാനും, അതിനെ വേണമെങ്കിൽ ഒരു ചെറിയ ഹൂട്ടർ, നാനോ ഹൂട്ടർ ഫിറ്റ് ചെയ്തുകൊണ്ട് അതിനെ തന്നെ ഒരു സൈറണാക്കി മാറ്റാനും ഒക്കെ നമുക്ക് പറ്റുന്നു. അപ്പോൾ മൾട്ടി യൂട്ടിലിറ്റി ഓഫ് സ്മാർട്ട് മീറ്റേഴ്സ് ദാറ്റ് വിൽ ബി യൂബിക്വിറ്റസ്ലി ദേർ. അതെന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ ഞാൻ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മളോട് ഒരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കണം. അതേ പണ്ടൊക്കെ എല്ലാവരുടെയും കയ്യിൽ ഒരു ഫോണും ഒരു ഐപോഡോ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഡിവൈസോ ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ. പിന്നീട് അവയെല്ലാം നമ്മളൊരു ഫോണിലേക്ക് ചുരുക്കി. ഇപ്പോൾ ഐപോഡൊക്കെ കൊണ്ടു നടക്കുന്ന അപൂർവമായിട്ട് ആളുകളാണ്. എല്ലാവരും ഫോണിൽ തന്നെയാണ് ഇതെല്ലാം. കാരണം അതുപോലെ നമ്മളൊരു പുതിയ ആപ്പ് എടുത്ത് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ വിവരങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു വിമുഖതയുണ്ട്. ഇപ്പോൾ 1000 ആപ്പ് ഇപ്പൊ തന്നെ ഉണ്ട്, ഇനി അടുത്തതോ എന്ന ചിന്തയുണ്ട്. അപ്പൊ നമ്മൾക്ക് വീട്ടിൽ അതുപോലെ എല്ലാ വീട്ടിലും സ്റ്റാൻഡേർഡായി വേണ്ടി വരുന്ന ഒരു സാധനമാണ് കറണ്ട് മെഷർ ചെയ്യുന്ന മീറ്റർ. ആ മീറ്ററിന് മൾട്ടി യൂട്ടിലിറ്റി ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ സാധ്യത എന്താണ്? ആ മീറ്ററുകൾ ലൊക്കേഷൻ സെൻസിങ് ഡിവൈസ് ആണെങ്കിൽ ആ മീറ്ററുകൾക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ പോലും നമ്മൾക്കറിയാം. അപ്പോൾ ഒരു വലിയ ഉരുളുപൊട്ടി ഒരു വീടിനെ ബാധിച്ചു എന്നാൽ ആ വീടിനെ ബാധിച്ചു എന്ന കമ്മ്യൂണിക്കേഷൻ മറ്റ് ഓഡിയോ സാധ്യതകളിലൂടെ, വിഷ്വൽ സാധ്യതകളിലൂടെ നമ്മളുടെ മുന്നിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒരു നെറ്റ്വർക്കിലൂടെ നമ്മൾക്ക് കാണാൻ പറ്റും. ഓർക്കൂ, പുത്തുമല, അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ആ വിവരം പുറത്തറിയാൻ ഏതാണ്ട് 8 മണിക്കൂറോളം എടുത്തു. അതുപോലെ പെട്ടിമുടി ഇതേ സാഹചര്യമാണ് ഉണ്ടായത്. കാരണം അവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഇല്ലായിരുന്നു. ഈ മീറ്ററുകൾ ഉണ്ടെങ്കിലും അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ ആ മീറ്റർ ഉണ്ടാവും, ആ മീറ്റർ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വിവരം നമ്മൾക്ക് കിട്ടും. അപ്പൊ അതിനുള്ള സാധ്യതയുണ്ടോ? ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മൾട്ടി യൂട്ടിലിറ്റി ഡിവൈസസ്. അപ്പൊ ഇത്തരം സാധ്യതകൾ, കൂടുതൽ ഫണ്ടമെന്റലായ സാധ്യതകളിലേക്ക് നമ്മൾക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുമോ? ഞാൻ ഇത്തരം കുറച്ച് ഫണ്ടമെന്റൽ ഭാഗങ്ങളിലേക്കാണ് പോയത്. പക്ഷെ നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ സാധ്യതകളെയും ചർച്ച ചെയ്യാൻ ഞാൻ ഓപ്പൺ മൈൻഡഡ് ആണ്. ഞാൻ എൻ്റെ ചില തോട്ടുകൾ മുന്നോട്ട് വെച്ചു എന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ നിർത്തുന്നു. ആരോ ഒരാൾ ജെയ്സൺ സക്കറിയ കൈപൊക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ജെസൻ സക്രിയ, ചോദ്യങ്ങളെല്ലാം ചോദിച്ചോളൂ. ഇല്ല. നന്ദി ഡോക്ടർ ശേഖർ. സാറിന്റെ വളരെ വിജ്ഞാനപ്രദമായ ഒരു സെഷനായിരുന്നു എന്ന് മാത്രമല്ല, ചിന്തോദ്ദീപകമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പോസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങള് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് KDISCന്റെ ചില പ്രോജക്റ്റുകൾ. ആദ്യത്തെ YIP എഡിഷൻ എയറോ വാട്ടർ മീറ്റർ ഉണ്ടാക്കിയുണ്ടായി ഒരു കുട്ടി പാലക്കാട്. നമ്മളത് പിന്നെ റവന്യൂ ഡിവിഷനിൽ സ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചു. പിന്നെ ചില ബ്യൂറോക്രാറ്റിക് കാരണങ്ങൾ കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതൊക്കെ വീണ്ടും റിവൈവ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകളാണ്. പ്രത്യേകിച്ച് KSDB ആയിട്ടൊക്കെ സഹകരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന അതാണ്. അതുപോലെ ഈ സമീപകാലത്ത് വേളി ടൂറിസ്റ്റ് വില്ലേജില് എനർജി ഫുട്ഫോൾ എനർജി ജനറേറ്റർ സ്ഥാപിക്കുകയുണ്ടായി. ആൾക്കാർ ഒരു ബ്രിഡ്ജിന്റെ പുറത്തൂടെ നടക്കുകയും മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ലൈറ്റ് കത്തിക്കാനായിട്ട്. അപ്പൊ സാറിപ്പം പറഞ്ഞ ഈ ഹമ്പുകളിലും മറ്റും അതിന്റെ പിന്നെ വാട്ടർ പമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ലോക്കൽ സംവിധാനം ഉണ്ടാക്കുന്നത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ പോലെ എനിക്ക് തോന്നി. വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ സാധ്യതകൾ പലപ്പോഴും സാർ റെഫർ ചെയ്തു.
പിന്നെ സ്മാർട്ട് മീറ്റർ, നമ്മുടെ മീറ്റർ റീഡിങ്ങിന് വേണ്ടിയുള്ള ആപ്പ് എമർജിംഗ് ടെക്നോളജി ഫോർ ഗവൺമെന്റ് എന്ന KDISC തന്നെ ഡിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ അതിനെ ഈ ഡിസാസ്റ്റർ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു മിറ്റിഗേഷൻ മെത്തേഡ്സ് കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു ലോജിക്കൽ എക്സ്റ്റൻഷനായി. അത് എത്ര ആവശ്യമാണെന്ന് കൂടെ ഇപ്പം സാർ പറഞ്ഞപ്പോൾ മനസ്സിലായത്. നമ്മുടെ ഒരു ഡിസാസ്റ്ററിനെ അല്ലെങ്കിൽ ഈ KSDMയുടെ കീഴിലുള്ള ഒരു പർവ്യൂര് വരുന്ന കാര്യങ്ങളുടെ ഒരു അവയർനെസ് നമുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പം വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ചുഴലിക്കാറ്റ്, പിന്നെ ലാൻഡ് സ്ലൈഡ്, ഇതിനെപ്പറ്റിയെല്ലാം സൂചിപ്പിച്ചു. മുങ്ങി മരണം, പിന്നെ ലോക്കലായിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ മിറ്റിഗേഷൻ മെത്തേഡ്സ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഡെഫിനറ്റ്ലി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ സമീപകാലത്ത് സാറിന് അറിയായിരിക്കും ആംഫിബിയസ് ഹൗസിംഗ് എന്നൊരു പ്രോജക്റ്റ് ഈ പറഞ്ഞ ഡച്ച് കൊളാബറേഷൻ ബാർട്ടൺ ഹില്ലിൽ നിന്ന് പഠിച്ചിറങ്ങിയ പിള്ളേരുണ്ടാക്കിയ സ്റ്റാർട്ടപ്പ്. അപ്പൊ അവരുമായിട്ട് നമ്മുടെ ഡിസ്കഷനിലൊക്കെയാണ്. ഇപ്പൊ എവറിത്തിങ് ടൈസ് അപ്പ്. ഇതെല്ലാം നീഡ് ഓഫ് ദി അവറുമാണ്. ഇപ്പം 5 കൊല്ലം മുമ്പും പിന്നെ 2019 പെരുമഴയായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പൊ നാം അനുഭവിക്കുന്ന അറ്റ്ലീസ്റ്റ് എന്നെ സംബന്ധിച്ച് ജൂൺ 25 വേനൽ ചൂട് ഫേസ് ചെയ്യുന്നൊരു, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു രണ്ടാഴ്ചയും കൂടെ മഴ പെയ്തില്ലെങ്കിൽ we really look forward to KSDMA and experts like you to save us actually. So, and how best can this student community pitch in with their ideas? They need to really think through all these things and take it up. So I'm very sure that all the people here are really motivated, and so due to paucity of time, we will kind of wind up for now because our session was still 5:30, and this recording will be available. The session will be there in the YIP website. The YouTube link will be embedded so that people can revisit and take the ideas, work on it, and I'm sure there will be good ideas submitted in the YIP. So thank you very much, sir, once again from all of us for your kind words and advice. Thank you. Thank you. Our next speakers are ready. Let me just, I see Ms. Madhusmita Patil. Do we have Ms. Prasanna also? Yes. We have two. Yes, Okay. Yes. Hello, welcome to you. This is the second session about to start in this thematic talk series related to Young Innovators program. Yeah. So for the benefit of our welcome all of you. We have a few potential ideators, people who have registered and are looking to submit ideas and be part of this real life problem solving activity that is called Young Innovators program, which is promoted by the whole program is structured after or modeled after the National Science Foundation of the US. So it's that we don't have that kind of billions of dollar funding, but still that's what has inspired us to start this 5 years back. Yeah, so now, I'm sure we don't have a dearth of ideas though, Viju. Okay. So large participation we encourage. Our whole motto is democratization of innovation. So let me just give a brief introduction on the speakers. We have Ms. Prasanna Nair. She's very passionate about lifelong learning, brings over 25 years of experience in design and delivery of personalized skilling ecosystems. And she has worked on initiatives that have won several international awards and 3 successful patent filings in the use of artificial intelligence for talent transformation. And the other speaker for this session is Ms. Madhusmita Patil, distinguished enterprise architect in IBM Global Technology Innovation Group. She leads key strategic accounts as a technical leader for IBM, expert in conceptualizing, innovating, and dealing reusable software intellectual property, combined with deep experience in talent domain and banking industry, with proven track record in incorporating AI and cloud assets, supporting the client's digital transformation journey. So we have 22 themes in YIP, and one of them is the data sciences and future technologies. So I'm sure this will be very much part of that, and the audience are so excited to learn about these cutting edge, very, very modern technologies. Even, everywhere in the papers, even the ministers of the government talk about AI after installing all the cameras. The
the accidents and violations have actually come down. Statistics are showing after the Kerala government installed AI cameras everywhere. So that's one instance, and most of us have tried out Chat GPT, GPT-4. So it's very excited to hear from you. I won't take further time, so we'll have this session. Okay. So over to you. Sure. Thank you. Sure. Thank you, Biju. I just want to share my screen if that's okay, because we have a few slides that we want to share with the larger audience. Is that okay, Biju? Yeah, sure, ma'am. Yeah. So let me just go into a slideshow mode. Just give me a second here. Sorry, I don't know what's happening. Can you see my screen, or is it just the? We can see the screen. Yeah, but you're not seeing my slides, right? No, the PPT hasn't opened. Yeah, so just give me a second. Sure. There's something wrong here. I'm just going to stop the share, okay, for a second. Just give me a second. I think my Zoom has frozen on me. Hold on. Just frozen on me. Just give me a second. Okay. Yeah. Can you guys see my screen now? Can you all see my screen now? No, ma'am. Yes. No. Okay. Can you all see my screen? It should read AI for innovators. No, no. Can you see I my can't see screen? your screen. I cannot see your screen. Oh, Cannot. okay. Cannot see. Let me just share my screen again. Hold on a second. Okay. Can you all see my screen now? Now this is Yes, yes. It's clear. Wonderful. Okay. So hi everyone. It's wonderful to be with you guys and speak with you guys today. And before we get into the meat of the discussion, what I'd want to do is to kind of give you a bit more of an insight into where Madhu, my co-presenter, and I come from. Okay, so as you can see from just hold on a second, let me close all these windows. As you can see from the screen here, I come from the talent domain side of the equation, but I'm my most happy self when I'm, bringing an idea to life. And that's really the common thread between Madhu and me. So we would call ourselves, I'm sure Madhu will agree with me, we call ourselves, learners for life, right? And we are happiest when, we are a part of the next big thing. So that's really where we come from. We are explorers, we are lifelong learners, and we love and endorse innovation. Just to begin with, Madhu, would you agree? Absolutely, Prasanna. I mean, we are both lifelong learners, and without that, you see that your learning has stopped and you are not going anywhere, right? Yes. Right. And from the point of view of Madhu, do you want to give a bit more of an insight to where you come from in terms of your education and your journey as a technologist? Sure. Hi everyone, good evening. My name is Madhusmita Patil. As you can see, you can call me Madhu. So I come from basically a middle class family with 4 sisters, very conservative family, just to share with you that. So when I started my journey, at that time engineering for girls was very, very rare, right?
But my love for mathematics and then, of course, the engineering that actually pushed my parents to agree that, yes, you should go for engineering. That's how my journey started. I'm basically a BE computer science engineer with 23 plus years of experience. I received my campus placement in one of the prominent multinational organizations as I passed out of the college. And I was one of the very few that time working on some of the areas which are very, very dedicated or core network areas. Like you would hear these routers, you would hear nowadays a lot of email sniffing products. But that's something that I was working on way back in 2000, 2020, 2001. And that is how I started my journey. But as I moved to IBM, I got a lot of experience in terms of product design, solutions design, offering design. I belong to the IBM consulting group, and one of our major focus is talking to clients and solving their problems. So that is where I come from. I leverage all these modern age technology, as you see, AI, cloud, and cognitive big data analytics to solve the business problems. And I love to talk to the clients. The reason is I feel that the moment you actually apply technology to solve a business problem, that's where you bring in a lot of value. And that is where I and Prasanna jointly work together in multiple areas of talent transformation, where we were able to build solutions that can solve client problems. I'm an inventor. Very recently, I received my senior inventor badge in IBM. I have 13 patents, 16 publications, and I'm also a speaker on multiple technical areas across, outside of IBM for multiple other clients and industry. Thank you. Thank you, Prasanna. Wonderful, Madhu. And, I, again, as I mentioned earlier, come from, the opposite side of the equation. I'm a strategy consultant. I've worked all over the globe. I mean, I had different hats that I wore, right? I was an idea virus. I was a problem solver. I built teams. But most importantly, I built ideas, and that's really, how Madhu and I started working together. I come from the talent domain, but what I'm most passionate about is, the use of technology in helping me solve problems in the talent domain. And that's basically the hunt that got me, connected with folks like Madhu. And the bottom line, as far as I'm concerned, is that when domain meets technology, that's really when the magic happens. And that's the story, that's the journey that we want to share with you today. The agenda for the day today is we will give you a point of view on what AI is. We will share a lot of our experiences, real life examples related to AI. We will talk a bit about the problems that we are most excited about right now, the problems that we are looking at solving at this point, and then we can have a Q&A. Okay, so that's at a high level, the agenda. And with that, let me hand the call over, the meeting over to Madhu. Madhu, would you like to talk about AI and begin with the definition of AI? Yes, yeah. Okay, so I mean, just what do I say? Just a caveat, right? This is my definition. The way I look at it, AI. If you see, I see that it's a mimicking of the human intelligence or the simulation of human intelligence by the machines, which can be trusted, contextualized, and it is purpose built. The moment I say trusted and contextualized, very, very important. I personally believe any kind of algorithm you take or any kind of technology you take and you adapt it to a business problem, unless it is trusted, we lose the real value of its application, right? It has to be trusted, it has to be explainable, it has to be transparent for human beings to adopt a technology for their daily to daily problems. That is where I see, that is my definition of AI. So any solution that I would like to get involved or I actually propose, I want to take that precaution that how much ever possible,
I make it something that is very, very explainable and that can be trusted by the users. So that is where AI to me, that is what AI is to me is. You want to add anything, Prasanna, on this? Well, I actually have a question for you, Madhu, because so when we look at, say, all of us are enamored right now by, for instance, ChatGPT, right? And ChatGPT is actually opened up, the possibilities of AI to the larger population, right? So how does that, weigh in terms of, the trust factor and the contextualization factor? Right. I think this is an excellent question. I know we have a slide for ChatGPT, but that's the ChatGPT part. I just want to bring in one aspect of it. How is ChatGPT built? Right. If you think about it, the ChatGPT is built by modeling it or by training the data to using a lot of information available in the internet, publicly available information in the internet. So that is where the ChatGPT comes in. Since it is trained on a lot of data, publicly available, the system is very well trained, and that's why it is able to address a lot of, especially in the area of natural language processing. But when you talk about ethics, trust, and those kind of things, it is slightly debatable because, I mean, I will not be able to comment on them, but it's a very big debate that is going on. Information that is already available in public, is it really available for our analysis, for our simulation and use? Or should it be used in a different way altogether? Should it be used in a controlled manner? That's a very big question that the industry is trying to answer right now. So I wouldn't want to comment on that part, but as I said, yes, it is available. It is built on publicly available information. And when we use ChatGPT, we also should make sure that we apply our own common sense or our own intelligence to use it for the right purpose. Only when we use it in the right purpose, then it can be valued. That's what I would like to say. Okay, so that's the ethics and the frameworks that are aligned with ethics and AI. That's a whole different topic, and maybe we can address it as we go forward. But you mentioned natural language processing, and like natural language processing, a whole host of verbiage is thrown out as far as AI is concerned, right? People talk about computer visioning, they talk about robotics, they talk about deep learning, machine learning. Now, how is all of this connected, Madhu? So maybe you could shed some light on that front. Yes. So I will give you a very simple example because as I know, I haven't, we haven't spoken to many of the audience here, so I do not know about their background and all. But I just want everyone to connect to what, they are doing or how they are approaching or what they see in general. So when I talk about natural language processing, we talk about these 4 or 5 areas, right? Information retrieval, translation, natural language generation, named entity recognition, speech to text or text to speech. And the first thing that I would like everyone to think about is Alexa or Siri. I don't know how many of you already know about Alexa and Siri. I'm sure many of you might be using it, right? So, and you can actually put your message in the chat box saying that, yeah, if you do not know about Alexa or Siri, maybe I can send some links or something when we get time. But that's what comes into my mind, right? Immediately somebody talking about, hey Siri, what is the time now? Does it actually work, right? So that's where your natural language processing comes into picture. So basically Siri is nothing but it uses a deep neural network. So if you see the right hand side, it uses a machine learning technique of deep learning, a deep neural network that actually converts the acoustic pattern of your voice. You speak something, hey Siri, immediately recognizes, right? It records the frequencies and sound waves from your voice and translates them into a code. It then breaks down that code to identify particular patterns, phrases, and the keywords. For example, I'm saying, can you tell me what's the weather today? So it immediately picks up. Madhu is asking about the weather. So you see that it also did an entity recognition. So that is where is the application of natural language processing, using a combination of all the techniques. It did a speech to text. It did that recognition of stuffs, and then it actually tried to
answer your question, right? So that is where it all comes into, that's how the whole thing comes into picture. And it uses this particular technique of machine learning where it talks about deep learning. It also a bit of generative learning, because sometimes it actually can actually put a word or put a sentences in a different way. So that it also puts a little bit of generative learning into picture. I hope that answers natural language processing. Yeah, Madhu, it may help everyone if you can kind of just give a brief introduction. So, for instance, natural language processing, you did explain it, but can you explain a bit more about computer vision, just a brief definition? Sure. I'll let me talk about all the key areas so that it gives everyone an idea what exactly is this and how do they use it in general, right? So what do we mean by computer vision, right? Image and video classification, object detection, object tracking. And as I say, I would like to give you some simple examples, right? When you talk about computer vision, I would like all of you to imagine or at least think about the robot that you are using at your home, right? Many of you must be having those, I think, Biomi or I think there are a lot of brands nowadays available, which actually can help you in dry mop and wet mop of your house. How does that work? So what does it do? It actually detects the objects. It tracks your objects. It actually does a region segmentation, and it uses a lot of AI. To be honest, it uses a lot of AI. The moment first time you're opening and the first time you are actually leaving it at your home and you're just saying that, okay, I have just started you can go and you can map on your own. It actually detects which place what object is there. Okay. It actually does that region segmentation. This is the master bedroom. This is the living room. This is the kitchen area. That's where it did region segmentation. It actually tracks all the objects, whatever is on the way. And the next day you actually put the robot, it starts, relearning, learning and improving on its region segmentation, object detection and so on. So that is a good example that if I can say, that's a very good example of your how computer vision is applicable. Your image and video classification again. So another thing that I would like all of you to think about is when you take your mobile phone, I'm sure all of you have a mobile phone. It recognizes your face, right? It can recognize your face. That is another very good example of your object detection. So, yeah. So when you see that, you would actually think about the moment you think about your and I see a lot of questions in the chat. So maybe once I'm done with the speaking, I'll try to answer some of them because otherwise we will not be able to complete a lot of things. But I would try to answer them. So what I was saying is, mobile phones. When you take the mobile phones, actually uses face detection technique. How does that do? That actually uses your object detection or image recognition techniques to capture the image, and every time it sees, it actually patterns itself that, okay, this person is so and so. Your Google Photos is another great example of your images and video classification. With that, I'm hoping that you are able to map the vision into into your day-to-day life examples. And then same thing, when you talk about computer vision, you're also talking about the deep learning or a lot of machine learning techniques which we use for our computer vision problems, right? So Madhu, maybe what we could also do is just give us a short, definition of, say, deep learning and generative learning and discriminative learning, just so that people understand the difference. Just to kind of accommodate those that are hearing these terms for the first time. Okay. So so let's talk about little bit more, right? How does this whole AI came into picture? When we started the AI journey, I don't know how many of you were actually know the 1990s revolution when analytics was a big place, right? Analytics, we were using analytics to derive patterns, to see how things would shape up, what is forecasting, what is segmentation, and so on. And then after that, it came into machine learning. So machine learning, when you talk about, we said that, okay, we can actually derive a pattern, we can repeat that pattern, and we can see what are the deviations, how do we learn, how do we train our machines to perform better.
So deep learning is actually a subset of machine learning, okay, which is essentially a neural network where we try to represent the human brain, okay, but it is still very, very far from representing a human brain. I would say that when we talk about the neural network, a neural network can be represented in multiple layers. And when we talk about deep learning, we are talking about minimum 3 or more layers. So that's where the deep learning comes into picture. Okay. Generative learning, for that matter. Generative learning is basically a theory, right, that actually involves active integration of new ideas with the learner's existing schematic. Now, I'll give you, because many of you have already heard about ChatGPT, what I would like to imagine or think about, or at least you would have heard about it. You go to ChatGPT and just try writing or send me a poem about rain. It will create a rain, right? So how does it do? It actually uses a way of generative learning. The other day, my daughter, she had written a prose and she wanted to validate, get it, proofread. So she put that and she said, "Can you proofread this?" And it was done. So what exactly happens in those cases? Here, it actually uses a generative learning, where in some cases, it generates new way of representing things, summarize things, I can say summarize things. That's where the generative learning comes into picture, where it is an active integration of new ideas with the learner's existing information, existing schema of information. I hope that clarifies, right? Similarly, discriminative learning, a very, very, very deep aspect of machine learning, where what happens, so basically in a machine learning, we train a model, okay, which is done by learning the parameters that maximize the conditional probability. So, so you say that, okay, probability of X or probability of Y or probability of Z. A generative model is basically maximizing the joint probability that X and Y both can, or X, Y, Z, both, all three of them can coexist, right? And in case of discriminative learning, what happens is we actually do it where we maximize the conditional probability, okay? So we say that, okay, the conditions happening for this probability or this event, the probability of this event happening for this particular condition is very high. So where we maximize those conditions, and that's where it, it helps in building up the discriminative learning. Similarly, if you see some of the examples of discriminative models, I'm sure you would have heard about it, or if you not, maybe go and do a little bit of Google around that, like the logistic regression or generalized linear regression models for predicting binary or categorical output, where, or boosting, right? Boosting of the meta algorithms, conditional random fields, which can actually help in generating the probability. So that is where your discriminative learning comes into picture. So, and then we'll talk about the statistical, shall we go ahead and talk about the statistical modeling and inference? Is it, I mean, just not necessarily, Madhu, but what I think will help is, see, now you have split the techniques and applications very clearly, right? You have said that machine learning is a technique, and the other instances of it are deep learning, generative and discriminative learning. They are deeper elements of machine learning. And the applications of it, you have said, is in the form of natural language processing and computer vision and the like. So maybe what you could do is, do you have an example of generative learning, Madhu, that you can share, a common example that you and I and all of us on the on the call are familiar with? Is there an example you can give us? That is what I was asking. Maybe the people to go and explore, ChatGPT and just say, write a poem about rain, because right now it is raining in Hyderabad. I don't know about Kerala, right? What is the thing? Just go and type in ChatGPT. So ChatGPT is a great example of a generative learning model. Likewise, likewise, in this particular instance, where it's actually creating a new idea from what it already has, or what it's already familiar with, right? It's using what it's familiar with to generate a new idea. So what about discriminative learning? Is there some kind of an example there that you would like to share? Yeah, so for a common example, something that, the rest of us can, the non-technical folks can, relate.
Right. So for maybe a discriminative learning, let's talk about a very simple case, right? I was just thinking about it. What is the probability that today it will rain, right? Or what is the probability that the traffic that I'm traveling from this place to another place? What is the probability that this traffic would be really high? What parameters would be impacting that? And what how do I maximize the probability? And I would say, okay, if I take if these conditions happen, the traffic would be less. So that can actually help in optimizing the traffic in that route. So that's how I would look at it. So that would So be the maximum view of probability is how in which the condition, maximizing the condition at which a event would occur, right? So that is where the discriminative part comes in. Wonderful. So here is what I would want us to do. I'd kind of give you a couple of examples. We have discussed ChatGPT, so I'm not going into that. What about, say, if I was building the next big content platform, right? Like Netflix, okay? So what would you use, technically, what would you use to help me build the next big content platform? How would you go about doing it? Very interesting. Is it for the audience, or do you just want me? No, it's for the audience. I just want you to let us know if any one of us was building the next big content platform, right? Like Netflix. What is the technology that we would use? What of these elements we would use? What would we use? Would we use a combination of computer vision, natural language processing? How would you describe it? Madhu, you're there? Yeah, I'm there. I thought it was for the audience. I'm so sorry. No. I'm asking you the question. Okay. You realize that. Yeah. So when you're talking about a Netflix kind of a thing, what do Netflix does, right? Let's think about it a little bit. So when we all log into Netflix, I have viewed some of the movies and other things, right? It actually says, based on your past experience, you may want to watch these things, isn't it? Yeah. First thing, that's where you first see that when you log into the screen, that's what comes, that your past experience, you see these things. So what does it do? It actually uses a recommender system. You see this in the left-hand side, you see your item based recommendation, user based recommendation. So it is a smart use of this recommendation system. Okay. Now let's go a little bit in deeper. You see Netflix, and you actually have, all the language-based movies. You have new movies released. You have, a comedy, classical genres of movies. That's where your classification comes into picture. Okay, so that is where you would see that, okay, maybe natural language processing and some of the things that would come into picture. So, and then when you get inside, you click on a movie, right? Short subtitle, short summary of the movie, that this movie talks about, this is what happens, a little bit, maybe 2 lines or 3 lines. Very good example of generative AI. Okay, because that is where text summarization comes into picture. You see that? Yeah. Right? Yeah. So when I'm actually thinking of, and I can go on, because if I see that, okay, if I'm a stakeholder from Netflix and I want to see what are my viewers interested in, then I might look for a time series analysis. Okay, so these kind of movies are actually preferred by trending. Trending, or are preferred by the age group of 15 to 30 or age group of 40 to 50, that kind of thing. So that's a time series analysis I'm talking about. So I would like, when I'm designing something like that, I would first think, what is I'm going to design, right? And based on that, for each of these areas that I spoke about, I have to first start identifying the data set, because I need to train my models. I'm using an AI model here. So I can actually go and identify those models. And then, and there are, by the way, there are a lot of frameworks already available. So there are a lot of natural language processing frameworks already available, like PyTorch or Scikit-learn, or many others,
right? So I would maybe I would just look for some of the things which are already available, prepare the data set, because I talked about classification, I talked about summarization, I talked about recommendation, all those kind of things. And then I would start feeding those information into my models, fine tuning those models, and then, integrating it with an interface, because at the end of the day, Netflix is an experience that you build. You're not building a model and you're not giving an output to the user. It's a whole experience that comes into picture. That's why you're glued to the TV or glued to Yes. Netflix, right? Yes. So So that's it's a combination. It's a combination of the applications, right. natural language processing, recommender systems, and the like. Okay, so I hear you, and at a high level, I think it makes perfect sense, and I hope folks that are listening to us get a sense of how the various aspects under the AI umbrella work. How the applications are all intertwined and how we use the various techniques. But what I really want to emphasize on here, and this is an experience that we've gained over the 5-6 years that we've worked in this space, that it's always about solving a business problem. So what, as Madhu said, even in the case of Netflix, what we would do, folks like me, is we would sit back and we would try and figure out the problem statement. What is it that we want to, that's critical for us to solve as a problem? What is most important for us to get the end result? And then we would align that particular business domain problem with the data and the data domain solution. So we always look at data, we always look at the technology from the point of view of the business problem that we're looking at solving. And in our experience, a lot of the work that we've done in AI is mainly in the area of what I would call intelligent automation. So we have, used AI to help us streamline processes. We've used AI to help us reduce costs. We've used AI to help us improve efficiency of our processes and of our day-to-day work. And I'll give you a couple of examples of it as we go along. But what I would want you guys to remember is that it's not really about the technology. It's always about the problem, that you're looking at solving, the business problem that you're looking at solving. So with having said that, let me kind of take you guys to a story, a project that Madhu and I, worked on together. This happened to be a bank in Netherlands, but this is a problem, that is omnipresent now. It's present in every country, including India. But when I went to talk with the chief HR officer of this particular bank, their problem was really, we really don't know who our employees are. We have no idea who they are. And when we are moving into the future, how do we actually use these people in new roles? Because we really don't know what their skills are. We only know some vague job roles. We don't know what skills each of these individuals bring. That was the problem that the CHRO laid on the table for me. He said, please help me get to know my people better. Can AI help us, to get to our goal faster and more efficiently, right? So that's basically the problem statement that was laid on the table by the CHRO of this particular bank. And what we did from a point of view of a solution is we kind of sat back and we said, okay, how do we use AI in this context? How do we use AI to help the bank understand its employee skills better? And how do we help AI? How do we use AI to help the bank transform employee profiles and skills, into as they move into the future? So we did a couple of things here, and I've listed them on the left side of the screen. So the first thing we did was we said, okay, let's first infer the skills. Let's first understand the skills, capture the skills, display the skills per employee. That's the first thing we have to do. Then we'll have to tag the employees to new and future roles. And once we tag them to new and future roles, obviously there will be gaps in their understanding. So then we will also use AI to build customized learning paths. So at a high level, this was our approach to the solution in terms of using AI.
And Madhu, I'm just going to hand this over to you to give it, give it the technical flavor. So how did we go about doing all of these 3 points that I've listed on the screen from the point of view of, AI applications and techniques? Right, right. Okay, so just to keep it very simple, right? What were we trying to do? We were trying to see, or we were trying to find an automated way of inferring skills based on employees' experience, right? So how would I do it manually? I would do it manually. Maybe I know the employee, or maybe I've worked with that person, or maybe I have some back record based on which I have to go and do that. Right? So now I'm thinking of an automated process which is more consistent, because if a new person is coming in and starting to look at this whole problem, then he or she would not know that, okay, Madhu worked on these areas, right? So it's a completely consistent approach, and that is exactly what we adopted for our AI algorithms. Okay, so when we did the AI application, first thing we did is we looked at the employee resumes, employee past, performance assessment, and so on, and we started extracting those information, text extraction. These are all part of natural language processing. If you remember the slide 5 or 6 that Prasanna showed, that is exactly what we were doing. Okay, so these are all part of your text extraction and so on. And then what we did, we actually went ahead and we actually applied a technique called as classification, right? So we basically started doing the extraction of information, and yeah, after that we actually did a couple of more things. We actually did some key phrase generation. We used a mix of generative AI with little bit of natural language machine learning techniques, deep learning techniques, to identify skills or areas which might be very, very similar. For example, a person has been doing administration work. Okay, so administration is related to front office. You see that? So front office and administration, maybe we can actually put this person in the front office, and that's where we actually went and we generated some key phrases. We then used a lot of similarity algorithms for the extraction of information, which can be mapped to competency frameworks. So we have a definition of roles and the skills that is expected for an employee to perform at a role. So what we did a similarity analysis. So again, if you see the similarity analysis, that is also a part of your natural language processing technique. And we use a lot of algorithms like cosine similarity, Jaccard similarity, random forest, TF-IDF. These are all popular known algorithms. You can just go and see, okay, what are the similarities of these algorithms available. And then once we had done that, we actually did a matching based on the similarity scores. We then arrived at a competency that the person is actually exhibiting. And then we tried to map, which is a reverse mapping to the job roles that we were trying to do, so that these people can be put into digitized job roles with a little bit of learning. That is where we did law. So I've shared the end a part of the end result on the screen here. So as Madhu said, we had a lot of inputs like evaluation forms, like progression reviews of the people, and we and also data on the person's current job role. And on the basis of that, we used AI to generate a skill profile of that particular person, so that we could help that person identify a new role, identify a new role that he or she would fit into. And this activity, for the bank, just from a business point of view, it helped the bank save at least about 80% of the time to completion that, human consultants would have taken. So this is one of the examples where intelligent automation and the use of AI in intelligent automation helped a great deal. Now, some of the key takeaways for us is, as Madhu said, it brought in a lot of consistency to the approach. It brought in a lot of transparency to the approach, in addition to providing the speed. And what we observed, and when we looked at the end results of the work that we did, it actually reduced bias, because as Madhu said, usually what happens in human-centric processes is you usually favor people that and you have a point of view of people that and that you don't know, and there are advantages and disadvantages of being a part of, communities and being in the know and being connected to certain core people.
Now, all of that gets taken away and got taken away when we used AI. So skills of people, came to the fore, irrespective of whether they were part of an inner circle or not. And that helped the bank a great deal. And the other thing that we learned was to actually build on existing constructs to increase efficiency. So from a non-tech point of view, we used a lot of existing skill frameworks, ONET, future skills of Singapore and the like, to help us, get to our end result. And Madhu will also agree that, from a tech point of view, we used a lot of, existing algorithms, as Madhu mentioned, and existing libraries. So these were the key takeaways. The fact that, we could actually improve our speed and our efficiency by using existing constructs. And that's something that we highly recommend to everyone that's looking at inventing and coming up with new ideas as a part of YIP. Now, some of the problems that we are excited about right now, Madhu, maybe you can talk about, the two problems that you're working on right now that keeps you up at night. Right. Okay, so I think, yeah, I see a lot of questions, right? So I think maybe the second one first I'll take, okay? And then I'll go to the drug discovery. Yeah. Sure. Very important areas. Yeah. So transforming call center operations for a major Asian bank. Okay. And I'll tell you a very simple example. What happens when we all do the Asian bank, when we talk to our bank customer service, right? We will call up, we'll say, okay, I have this problem. This is my credit card. This is my PIN number, or this is my bank account number. This is what is my, many times. It is not just that, I mean, maybe we are all learning in the process, but that is what happens. And I was talking to the bank executives on this. Yeah. So the answer that I received, Madhu, you know what? It's a very difficult situation, because even if very simple, right? You talk about a call center operation, immediately it translates into building a virtual assistant solution where you will think of automating some of the questions and answers, and that's it, right? And I think someone put this question, it is reducing jobs. Okay, very interesting. I'll probably try to give a perspective. This is all a perspective, right? I mean, I'm answering, this is my perspective, and you can actually go and say that, Madhu, you are totally saying wrong. So when we do a virtual assistant solution, what happens? We give a question and answer kind of a thing, which we call it as intent, right? Intents are like, what is your intent in asking that question, right? But when I was talking to this SN bank, these are the kind of things that the bank CHRO or the bank CXO came up with. They said, this is what happens. Even if you are doing a virtual assistant solution, people put this and they expect you to behave in a human way, right? So how do I solve this problem? Okay. So the first thing is, let's look at few things. When we talk about a call center operation, there are few things which has to be handled by a human agent, which we don't want to replace, because certain things need little bit of deeper involvement, where if we try to automate the process, we may not have handled or catered to the individual scenario that we are talking about. So we start segregating these many calls a bank gets in a day. Okay, out of these calls are for this purpose. So from these calls, maybe these are all standard information, right? Like what is the process to open a bank account? What is the process to apply for a loan? Which all documents need to be stored in the bank account for a bank account opening? Or where is the nearest bank account, nearest branch ATM? These are all very standard questions. Do you need a human agent for that? Is it really worth? Maybe we can actually automate this part of the process. We say that, okay, this is a virtual assistant solution. We come out and we do. Now let's go to the second part of it. We talk about scenarios where we say that, okay, these are the credit card transactions I have been doing, but I see, something is not open, or I've lost my debit card. How can I block this, right? So in that case, we can actually do a call center, the chatbot agent kind of a thing, where a bot agent, there are multiple technologies available. There we actually, initiated those kind of information, and actually also used AI kind of a technique where we masked these
credit card numbers. We identified when the user is actually translating or having those conversations, we actually mask those information, which are bank account, personal data related information for a secure transaction. So that was another area, right? And to build all these systems, you need some skills, you need some jobs, and that's where definitely it is creating new jobs. Maybe it is a transformation of the older or traditional jobs that we are saying. That is how I look at it. The third thing is your virtual assistant systems or even your customer care systems. People now want different languages to be supported. Your Hindi, English, Malayalam, Tamil, Telugu, all this. How does the system actually learn these languages? You have extensive AI machine learning techniques used where you have to have the speech to text translation available, trained on different accents. We all speak different accents. It is not a single accent that we all speak. So it is very important that we have to also cater to those accents to make it a reliable system. Otherwise, we are saying something and the system understands something and then the output is something else. So that was the call center operation that so all these areas were addressed as part of the bank transformation. It was a bank digitization journey. So some of these aspects we were looking for. So that was an example that I wanted to talk about. Madhu, what we could do is we just have 10 minutes more. So what we could do is we could actually take questions from folks and answer questions that, that are important for them, and give them a perspective there. Would you agree? Sure. I think, yeah, that is fine. I can see a lot of questions. Okay. Yeah. So how do we tackle the questions? Are people going to ask questions using audio, or are they going to put it on chat? Did you? Yeah, I mean, if people have any questions, they can ask on the quick. I don't know if there's a lot. I saw some chat going on. So basically, mostly about AI affecting jobs, which made me actually look up a document here which says that 85 million jobs will be displaced by 2025. However, 97 million new ones will be created. So that should make everyone happy, because that will be a division of labor between humans, machines, and algorithms. That's what it says. Comprehensive strategy paper of knowledge mission. Yes, and that is actually my area of passion. If you look at transforming how people learn and attaining speed to competence, one thing that I have learned over the years is, a lot of the jobs, like a lot of the entry level jobs, right? They're all very repetitive. And you don't need to be doing these repetitive jobs. So if you look at it, it's actually not a disaster. You're not losing jobs, but you're actually moving up a grade. You're letting technology take over stuff that's repetitive, technology take over stuff that, would be very boring for you. And you would actually be using your gray cells to do stuff that is way more interesting, way more adventurous. So that's the way I look at it. And Biju, I think your answer is spot on. That there are I can vouch for that. I've worked in the pre-mobile phone and pre-internet era, working in Bombay before it was Mumbai, and we used to send telex messages to what was Madras, now Chennai. And if there's something urgent, we used to send fax. And then the boss fitted me with a pager when I went out for sales. It's all those things we have seen through. But now it's leaps and bounds technologies. I think we are already seeing industry on the verge of industry 5.0, I guess. But what is very interesting is there are statistics which say that, by 2030, 50% of the young people in the world will not be ready, to meet the demands of the marketplace. So that's the other element that we all have to think about, that as the world keeps changing, the kind of jobs that will be coming our way, will require a whole host of new skills. And that's something that we all should be ready to, get up to speed on. And AI can help us on that front too. So any other questions? Any other questions from? We'll throw it open to the audience. If anybody has a question, please raise it. I'm just seeing a lot of things on the chat. Madhu, is there something interesting on the chat that you want to pick up on?
Yeah, I think a lot of questions on people fearing that job loss and then, creativity and all this, right? So one question that I was just trying to answer. Okay. Somebody had asked me a question that, it reduces the job opportunities. So, and my answer to that was very simple. We had typewriters earlier, right? I'm just trying to put it in a different perspective. Typewriters are no more. We started using computers, right? Yes, we don't have anymore the typewriter job role, but we have computer operators. So a new job role came in place of a typewriter. So you need to think it in a very different perspective altogether. There are areas like, as I was giving another example, robotic surgery. We say that doctors we will not need anymore. Okay, and by the way, this I'm sharing because I very recently attended an event in Dubai, and I actually met a doctor who has done PhD, who is a practice doctor and who is a research scientist. He's actually working in robotics engineering. So very different field. I was so excited to hear him, because he's actually designing something which can actually go inside your whole body and detect where could be cancer cells. So think of these kind of job roles. If you think that some job roles are going, then there are new forms of job roles that are coming up. So the opportunities are going to increase. Do not think that, okay, maybe it is just a short-term thing that we are seeing because of this particular technology, this job is gone, but actually it is opening up new areas which we might not have think. That is how I would like to answer. I totally agree. So that's the reason for this particular screen, that there are a whole host of possible problems and solutions, that and a whole new world that's opening up. So it's not just a gimmick. It's not just a small little shift. It is going to be the way things are going to exist in now and in the future. So several areas where you can focus on: agriculture, cybersecurity, education. So in education is an area that I work on extensively, and there are so many problems that we're looking at solving. We are with the use of AI. Actually, we're able to make education more inclusive. We're able to get more high quality education available for all. These are problems that we're looking at solving right now. We're looking at enabling children learn more languages better and faster. We are, enabling children explore their creativity. So AI is helping us do that. AI is helping us tap into areas that were not possible earlier, simply because there was a dearth of resources. So for instance, we are working on, I won't call it a chatbot. I will actually call it a mentor and a motivator to help young people cope with pressures of life. So there are so many possibilities that where we can use AI as an ally, and that's basically the bottom line. It's in our hands on whether we make AI an ally, or whether we fear AI and stay away from it. It's really about what we want to do. So totally up to us as to whether we want to be a part of the journey or not. And I would advise everybody to embrace the journey, embrace the adventure, because the world is changing and will continue to change at a much faster pace than we ever imagined. So that's all we have for today. I think we are on top of the hour. We have about 4 minutes more. Any additional questions if you want to take, Madhu? Just any question on the chat, you could take that. Yeah, I was trying to answer. I hope I'm sorry if I have not answered your question, because I think whatever limited I could see, I could do, I did. So I think the last question I see is from Christy, who says scientists are using AI in robots. So will they take over the world? If that happens, how can we defend them? Do you really think that robots will take? If robots will take, then maybe we will use a master robot. We'll design a master robot so that we can manage, monitor, and do all those things. By the way, many of you must be using these door locks, right? Which has those video camera, which actually captures who came in.
which actually allows you to operate from a remote location, when it sees the face, and then open the door, close the door. Have you all tried that? Don't you think it's a very good safety feature? It eases our life. So I don't think these things are as common as as some of us who experiment with it, think, Madhu. But it will eventually be. So there was a point in time where some of the experiments that we were doing on the IoT space, right? That was not that was not common knowledge. But now we are getting more and more machines into our homes and into our lives, that's making life easier. Now, again, it's about, there was a question here I can see. How can AI be used in agriculture? I thought I answered that question. We can improve crops and all, right? And that is a problem that I solved. I mean, I was involved in that particular project with one of the different IBM units in EU as well. For one of the major agricultural farms, what they were producing this wheat, right? So, and every time they were seeing that after a period of time, their quality was reducing. So the problem statement was, how can we improve that wheat quality so that they get the best quality of flour from the wheat, right? And it was a genetics of the wheat, right? That is what we look at. So we actually used a mix of AI or machine learning to address that kind of a problem. So there are multiple areas, multiple ways that AI can help in agriculture, starting from your crop producing, then forecasting, increasing output, forecasting, those kind of things. Yeah. And Adnan had a question. He said, can you explain how AI can be used for beginner level projects? So Adnan, you will have to, Madhu, you answered that question, is it? Or do you want to take that question? Yeah, no, I was just saying that lot of questions, similar questions. What are the technical skills that make us distinguishable in the world of AI? Then, NLP seems interesting, but with a huge learning curve for someone in the second same of their UZ. All that I would like to say is, you still have a lot of way, okay, lot of time. You are in the right time. You're doing your undergrad in the second sem. That means you're in the first year. You have 3 more years to experiment. There are a lot of algorithms, lot of models available. Them up, take one simple use case, very simple, like maybe how can I predict or how can I develop something for my classroom? Like you have your regular regular students and teachers and all those kind of things. So for the marks, can you develop a AI based system, or can you develop a simple chatbot kind of a system which can, when you put your roll number, it will tell you which class he or she is in, what are his percentage of marks, those kind of things, right? So think about those kind of areas. Very simple, start applying, and you will pick it up. It is not a rocket science. It is just a matter of practicing it. Okay. So what are the technical skills that make us distinguishable? I think instead of technical skills, try to understand the business problem, try to understand the domain. The moment we understand the data part of it, half of the problem is solved. Then we apply the technology part of it. Just so technical skills, it is more of practice. Practice makes us, we know that what area we can adopt in which scenario. So that only needs practice. But rather, I would say that in addition to technical skills, focus on your understanding of the domain, the data that is used to define the domain. How can you improve those kind of things? I hope that answers all your questions. So begin with the problem and then look at ways of solving that problem using technology. Start with a small problem and then you will figure your way around. So don't worry about, whether you're an NLP specialist or you're doing deep learning and the like, it will all happen. That's basically what Madhu is saying. And there are organizations such as mine, which are actually building skill maps to enable young people to take their journey through the technology, but that's for another day. So thank you very much, everyone. Thank you, Biju. I'm going to just stop sharing, and I hope this was an informative session. So from the part of KDISC and Young Innovators Program, I would like to sincerely thank Ms. Madhusmita and Ms. Prasanna Nair for this very enlightening and insightful
session that you have provided here for the benefit of the students. And I'm sure they have some more questions, and they will be motivated to work on them and find solutions for real life problem solving for Kerala's problems. And we hope to see you again later. Thank you very much for this. Thank you. Thanks. Thank you. Bye. Abhijit, is Putran sir in the call? Hi, Biju. Yeah. Hi. Okay. Hello. Hi. So, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം തീമാറ്റിക് ടോക്ക് സീരീസിൽ അടുത്ത സെഷൻ പ്രോബ്ലംസ് ഓഫ് ദി എൽഡർലി, വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ. ഇത് സംസാരിക്കാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് ഈ സബ്ജക്റ്റിലെ ഒരു വിദഗ്ധനായ ശ്രീ BRB പുത്രൻ. അദ്ദേഹത്തെ പറ്റി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം. Senior management professional with over 25 years experience of leadership positions in business and strategic management. He has held positions including Director South Asia and also CFO, that's Chief Financial Officer at Honeywell and Novar India, to name a few. He has also been on the executive board of Honeywell, ED&S, and has won many leadership awards. At present, he is the Chief Executive Officer of Alive, which is an active aging community. And he's the partner of Putran and Associates, a leading intellectual property law firm with a global clientele. So welcome, Putran sir. And I'm sure the participants, the potential ideators of YIP 5.0 are very eager to hear from you about the problems of the elderly. Over to you. Yeah, thanks a lot, Mr. Biju. And I request help from Bala to share the screen because I'm having some difficulties from my laptop. Okay. I hope it is visible to all of you. Okay, fine. So Yes. Once again, good evening to all of you. And before getting into today's session, I would like to thank KDISC for giving Alive this opportunity to share our journey with the elderly community, particularly in Kerala and in Tamil Nadu in the last 8 years, and also share some of the areas where we feel that the young innovators can add value to this particular community from the point of innovation and entrepreneurship. So with that background, I get into the presentation, enabling the elderly. I would like to cover the presentation by giving a brief about our organization and also talking about the elder care market in India and also the way the customers behave, because I strongly believe that if you want to innovate in a segment, what is most important is that you need to understand the customer behavior, how the market behaves, so that whatever innovation which you are looking at adds on benefit and brings the benefit across the table to the customers. So Alive was founded in 2015 by a group of 4 friends, Rekha, Bala, Shiraz, and myself.
And we are the first in India's first aging solutions company. When we say aging solutions company, when we formed this organization, we were very clear that we need to look at a holistic approach of elder care, not just focus on products, but also on services, and also look at the end-to-end life cycle of an elderly person and how we can add value at each stage of their life. Basically, it is a social enterprise business model, which is aiming at double bottom line. I'm sure most of you know about what is double bottom line. It is not just profit, but we also look at how we can add value to the society by positively impacting the life of elderly people and improving the quality of life of elders. Moving on to the next slide. We operate under 4 verticals: Alive Life Spaces, Alive Cart, Alive Home Solutions, and Alive Foundation. Alive Life Spaces is basically a world-class senior living community, and we have kind of established a particular community living in Trivandrum. Okay, I have a message whether I can talk in Malayalam. Okay, because the slides are in English, I started off with that. ഞാൻ മിക്സ് ചെയ്ത് സംസാരിക്കാം. അലൈവ് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് ഒരു സീനിയർ ലിവിംഗ് കമ്മ്യൂണിറ്റിയാണ് ട്രിവാൻഡ്രത്തുള്ള. ഞങ്ങള് അലൈവ് ലൈഫ് സ്പേസിന്റെ അകത്ത് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഇനി വരുന്ന സ്ലൈഡിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. Alive Cart എന്ന് പറയുന്നത് it is one of the online stores, leading online stores for seniors in India. ബേസിക്കലി നമ്മൾ ഇതിൻ്റെ അകത്ത് എൽഡേഴ്സിന് ആവശ്യമായിട്ടുള്ള പല ടൈപ്പ് പ്രോഡക്ട്സ് ഇതിൻ്റെ അകത്ത് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അക്രോസ് ഇന്ത്യ വി ആർ സെല്ലിംഗ് പ്രോഡക്ട്സ്. അലൈവ് ഹോം സൊല്യൂഷൻസ് ഇതൊരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വെർട്ടിക്കലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിഷ് സെഗ്മെന്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പല എൽഡേഴ്സിന്റെ പല ഇഷ്യൂസും ഒരു വീഴ്ചയിൽ കൂടിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി fall happens inside their own home. കാരണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു വീട്, മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ആ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത് വെൻ വി ആർ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 35 to 40. ആ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഡ്രീം എന്ന് പറയുന്നത് ആ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് തരം ഫെസിലിറ്റീസ് ആണ് ആ വീട്ടിൻ്റെ അകത്ത് ആവശ്യം, അതാണ് നമ്മളുടെ ഡ്രീം. ആ ഡ്രീം ബേസ് ചെയ്താണ് നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ അതേ വീട് നമ്മളൊരു 60 വയസ്സോ 65 വയസ്സോ ആകുന്ന സമയത്ത് ആ വീട് നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ വേണ്ടിയാണ് ഈ അലൈവ് ഹോം സൊല്യൂഷൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. ഒരു എൽഡർലി ആയിട്ടുള്ള ഒരു പേഴ്സന്റെ വീട്ടിൽ പോയി ആ വീട്ടിലെ ഒരു അസസ്മെന്റ് നടത്തുകയും ആ അസസ്മെന്റ് വഴി അതിൻ്റെ അകത്ത് ഒരു ഫോൾ അവോയ്ഡ് ചെയ്യാനുള്ള ഇന്റർവെൻഷൻസ് കൊണ്ടുവരികയാണ് അലൈവ് ഹോം സൊല്യൂഷൻസ് വഴി ചെയ്തത്. തിരുവനന്തപുരത്ത് ഓൾമോസ്റ്റ് ഒരു 500+ ഹോംസ് എൽഡർ ഫ്രണ്ട്ലി ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇന്റർവെൻഷൻസ് വരുന്നത് ബാത്റൂം, സ്റ്റെയർ കേസ്, ഇവർ കൂടുതലും സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് വീഴ്ച വരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള മൾട്ടിപ്പിൾ എലമെന്റ്സ് ആണ് നമ്മൾ ഈ അലൈവ് ഹോം സൊല്യൂഷൻസിന്റെ അകത്ത് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. ഫൈനലി അലൈവ് ഫൗണ്ടേഷൻ ബേസിക്കലി ഒരു സോഷ്യൽ ഇന്റർവെൻഷൻ മോഡലാണ്. ഇതൊരു ബിസിനസ് വെർട്ടിക്കൽ അല്ല, ഒരു സോഷ്യൽ വെർട്ടിക്കലാണ്. ഈ എൽഡർ കെയർ അല്ലെങ്കിൽ സീനിയർ ലിവിംഗ് എന്നുള്ള പറയുന്ന ഈ കോൺസെപ്റ്റ് ഫണ്ടമെന്റലി ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുമ്പ് വരെ കേരളത്തിൽ വളരെയധികം സ്റ്റിഗ്മ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് പല തരത്തിലുള്ള സോഷ്യൽ ഇന്റർവെൻഷൻസ് വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും കൂടുതൽ ആൾക്കാരെ ഈ സെഗ്മെന്റിലോട്ട് അട്രാക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ അലൈവ് ഫൗണ്ടേഷൻ ബേസിക്കലി നമ്മൾ പാലിയേറ്റീവ് കെയർ നടത്തുന്നുണ്ട്, പല ചാരിറ്റി പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ KDISC ബന്ധപ്പെട്ട് സോഷ്യൽ ഇന്റർവെൻഷൻ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. സോ ബേസിക്കലി ഇതൊരു സോഷ്യൽ വെർട്ടിക്കലാണ്. അപ്പോൾ ഈ 4 വെർട്ടിക്കൽസിലാണ് അലൈവ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. Can we move to the next slide, please? So നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്പേസ് ഓഫ് ഇന്നോവേഷൻ, എൽഡർ കെയർ എന്ന് പറയുന്ന ഒരു സ്പേസ് ഓഫ് ഇന്നോവേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പേസ് ഓഫ് ഇന്നോവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആ മാർക്കറ്റ് എങ്ങനെയാണ്, മാർക്കറ്റിന്റെ സെഗ്മെന്റേഷൻ എങ്ങനെയാണ്, ആ മാർക്കറ്റിന്റെ അകത്തുള്ള കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ പാറ്റേൺ എന്താണ്. ഇത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മൾ ഇന്നോവേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിന് ടേക്കേഴ്സ് ഉണ്ടാവും.
പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, എനിക്കൊരു നേരത്തെ മിസ്റ്റർ ബിജു പറഞ്ഞ മാതിരി എനിക്കൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ ഫേം ഉണ്ട്. സോ വി സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം വിത്ത് ഇന്നോവേറ്റേഴ്സ് ആൻഡ് ഐഡിയേറ്റേഴ്സ്. അവരുടെ പ്രോഡക്ട്സ് എങ്ങനെ പേറ്റന്റ് ചെയ്യാം, അവരുടെ പ്രോഡക്ട്സിന് എങ്ങനെ പുതിയ ഡിസൈൻസ് കൊണ്ടുവരാം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ഐഡിയാസിന് പലതും മാർക്കറ്റിൽ ഒരു വാല്യൂ ഇല്ല. കാരണം ഒരാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ ആണ്. ആ ഐഡിയ അയാൾ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷെ ആ ഒരു പ്രോഡക്റ്റിന് ടേക്കേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എഫേർട്ടിന് അതിനൊരു വാല്യൂ ഇല്ലാണ്ട് പോകും. അത് കാരണം നമ്മൾ ഏതൊരു ഇന്നോവേഷൻ സ്പേസിൽ വന്നാലും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ മാർക്കറ്റ് ഉണ്ടോ, അതിന്റെ കസ്റ്റമേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതനുസരിച്ച് നമ്മൾ ഒരു ഇന്നോവേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇന്നോവേഷൻ വിൽ ബി സക്സസ്ഫുൾ. അപ്പോൾ എൽഡേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റൈറ്റ് നൗ അറൌണ്ട് 12% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഈസ് അബോവ് ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 60. അതിൻ്റെ അകത്ത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ 8 to 9% ആണ് എൽഡർ പോപ്പുലേഷൻ്റെ ആവറേജ്. പക്ഷെ കേരളം എന്ന് പറയുന്നത് 14 to 15%ലാണ് നിൽക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എൽഡേഴ്സിന്റെ പെർസെൻറ്റേജ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഏറ്റവും ആദ്യം ഈ എൽഡർ കെയർ ഒരു സോഷ്യൽ ഇഷ്യൂ ആവാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റും കേരളം തന്നെയാണ്. സോ ദാറ്റ് മീൻസ് വി ഹാവ് എ ബേണിംഗ് പ്ലാറ്റ്ഫോം ഇൻ ഫ്രണ്ട് ഓഫ് us, and there is a need for innovative products, innovative processes, and social intervention in this particular space, so that we make the life of elderly more comfortable and secure. So adinte artham endana, ee market is a very open market, and 115 million seniors aanu India as of now ulla aging population, and it is fast growing. That is a basic thing. നമ്മുടെ നാഷണൽ ആവറേജ് 9 ആവുമ്പോൾ കേരളം 14 നിൽക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. വി ആർ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ഹെൽത്ത് ഇൻഡെക്സ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. അത് കാരണം തന്നെ നമ്മുടെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് ബാക്കി സ്റ്റേറ്റ്സിനെ സംബന്ധിച്ചോളം കൂടുതലാണ്. ഇവിടെയുള്ള ആൾക്കാർ കൂടുതൽ വർഷം ജീവിക്കുന്നു. ഒരു റിട്ടയർമെന്റ് കാലം കഴിഞ്ഞും 25-30 വർഷം ജീവിക്കുകയാണ്. അടുത്ത ഒരു 5 to 6 ഇയേഴ്സിൽ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഒരു 79 ഇയേഴ്സിലോട്ട് മൂവ് ചെയ്യുന്നു. സംസ്ഥാനത്തിൽ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാട്ടും കൂടുതൽ ജീവിക്കുന്നത്. ലോഞ്ചിവിറ്റി അവർക്കാണ് കൂടുതൽ. അപ്പോൾ ഒരു 79 ഇയേഴ്സ് ഒരു സ്റ്റേറ്റ് ആവറേജ് ആയിട്ട് മാറുമ്പോൾ അതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ 1 out of 4 people will live beyond 90 years. നമുക്കൊരു 79 വെയ്റ്റഡ് ആവറേജ് വരെയാണെങ്കിൽ അതിന്റെ അർത്ഥം 25% എൽഡർലി ആൾക്കാർ 90 വയസ്സിന് മുകളിൽ ജീവിക്കാൻ പോവുകയാണ്. സോ നമ്മൾ കാണാത്ത ഒരു വലിയൊരു സിൽവർ സുനാമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരാൻ പോവുകയാണ്. സോ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഗോയിങ് ടു ഗെറ്റ് ഓൾഡ് ഇൻ ദ ഡേയ്സ് ടു കം. Can we move to the next slide? സോ നേരത്തെ പറഞ്ഞ ലൈഫ് എക്സ്പെക്ടൻസിയുടെ ഒരു റീസൺ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ഹയർ ലോഞ്ചിവിറ്റി. ഗ്രോത്ത് റേറ്റ് ഓഫ് എൽഡർലി പോപ്പുലേഷൻ നമ്മുടെ ആവറേജ് ബാക്കിയുള്ള ഏജ് സെഗ്മെന്റിനെ കാട്ടിലും ഡബിൾ ദ റേറ്റിലാണ് എൽഡേഴ്സിന്റെ റേറ്റ് ഓഫ് ഗ്രോത്ത് വരുന്നത്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് 2030 വരുമ്പോൾ വൺ ഓഫ് ദ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് പോപ്പുലേഷൻ ഇസ് ഗോയിങ് ടു ബി എൽഡർലി. അപ്പൊ ഇതിന്റെ അകത്തുള്ള എന്താണ് നമ്മൾ ഒരു മാർക്കറ്റ് പോയിന്റിൽ നിന്ന് നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി ഫാക്ടർ എന്ന് പറയുന്നത്, ഇതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. എപ്പോഴും ഒരു പുതിയൊരു കോൺസെപ്റ്റ് വരുന്ന സമയത്ത് കോൺസെപ്റ്റ് സെല്ലിംഗ് ഇസ് എ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ടു ഡു. ഇൻ ദ സെൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് പലപ്പോഴും ഒരു സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിക്കാൻ പോകുമ്പോൾ യു ആർ വെരി ക്ലിയർ യു വാണ്ട് ടു ബൈ എ മൊബൈൽ ഫോൺ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ബ്രാൻഡ് നോക്കുന്നു, ഫീച്ചേഴ്സ് നോക്കുന്നു, പ്രൈസ് നോക്കുന്നു. ഇത് മൂന്നും ഏതിനാണോ നല്ലത്, ഏതാണ് നിങ്ങളുടെ റിക്വയർമെന്റുമായിട്ട് മാച്ച് ചെയ്യുന്നത്, അത് നിങ്ങൾ മേടിക്കുന്നു. സോ ബൈയിങ് എ പ്രോഡക്റ്റ് ഇസ് വെരി ഈസി. പക്ഷേ നമ്മളൊരു പുതിയ കോൺസെപ്റ്റുമായിട്ട് പോകുമ്പോൾ ഈ മാർക്കറ്റിന്റെ അകത്ത് ഒരു നീഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. എൽഡർ കെയറിന് ഇതുവരെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു നീഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാത്തത് കാരണം ഈ കോൺസെപ്റ്റിനെ സെല്ല് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ അലൈവ് തുടങ്ങുന്ന സമയത്ത് 2015 എടുക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഈ എൽഡർ കെയർ അല്ലെങ്കിൽ സീനിയർ കമ്മ്യൂണിറ്റി ലീവിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ആശയം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇതൊരു ഓൾഡ് ഏജ് ഹോം ആണോ എന്ന് ചോദിച്ച് ഞങ്ങളെടുത്ത് പലരും നെഗറ്റീവ് ഒരു ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുക. ഇപ്പൊ നമ്മൾ ഈ ലൈഫ് സൈക്കിളും മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഫ്രം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ മാർക്കറ്റിംഗ് ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ദ മൊമെന്റ് ഹി ഈസ് ബോൺ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. റൈറ്റ് ഫ്രം ഫെർട്ടിലിറ്റി ക്ലിനിക്സ്, സോ ദാറ്റ് മീൻസ് ദ സയൻസ് ഇസ് ഇന്റർഫിയറിംഗ് റൈറ്റ് ഫ്രം ദ കൺസീവിംഗ് ഓഫ് എ ബേബി.
അപ്പോൾ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിന് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ലേഡി പ്രഗ്നന്റ് ആവുന്നു, ഷീ ഈസ് ഡെലിവറിങ് എ ബേബി. ആ ബേബി വന്നു കഴിഞ്ഞാൽ ആ ഇൻഫൻസിന് വേണ്ടിയുള്ള ഒരു ഫുൾ സെറ്റ് ഓഫ് മാർക്കറ്റ് ഇസ് അവൈലബിൾ ഇൻ ഫ്രണ്ട് ഓഫ് us. നമുക്കൊരു കുട്ടിക്ക് പനി വന്നാൽ നമ്മൾ ഒരു ഫിസിഷ്യനെ കാണിക്കത്തില്ല, വി ഗോ ടേക്ക് ദ പേഴ്സൺ ടു എ പീഡിയാട്രിഷ്യൻ. ബിക്കോസ് അവിടെയും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞു. ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു പീഡിയാട്രീഷ്യനെ കൊണ്ടുപോയി കാണിക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു കിൻഡർ ഗാർഡനിലോട്ട് പോകുന്നു, സ്കൂളിൽ പോകുന്നു. ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടും ആ കുഞ്ഞിന്റെ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടും ടോയ്സ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ, ആ ഒരു ഫുൾ മാർക്കറ്റ്. ഒരു ഗാർമെന്റ് ഇൻഡസ്ട്രി ഉണ്ട്, കിഡ്സിന് സെപ്പറേറ്റ് ഷോറൂം ഉണ്ട്, അവർക്ക് സെപ്പറേറ്റ് ഗാർമെന്റ് സെക്ഷൻ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കോളേജിൽ എത്തുന്നു, കോളേജ് നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടി, നല്ലൊരു ജോലി കിട്ടി, ദെൻ അതിനുശേഷം മാരേജ് ആവുന്നു, സെറ്റിൽ ആവുന്നു, ഞങ്ങളുടെ കുട്ടികളുടെ മാരേജിന് ശേഷം ഒരു നല്ലൊരു വീട് വെക്കുന്നു, ഒരു കാർ മേടിക്കുന്നു. സോ ദിസ് ഇസ് ദ വേ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ഹ്യൂമൻ ബീങ് ഓപ്പറേറ്റ്സ്. ദെൻ യു വാണ്ട് യുവർ ചിൽഡ്രൻ ടു ഗെറ്റ് മാരീഡ്, അവരെ നല്ല നിലയിൽ കല്യാണം കഴിച്ച, ഇതെല്ലാം കഴിഞ്ഞ് ഈ മരണപ്പാച്ചിൽ കഴിയുമ്പോൾ യു വിൽ റീച്ച് എ ഏജ് ഓഫ് 60 to 65. സോ ടിൽ ദാറ്റ് പോയിന്റ് ഓഫ് ടൈം യുവർ ലൈഫ് ഇസ് സോ ബിസി. ആൻഡ് 60-65 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴേ ഇരിക്കുന്ന ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് വെച്ച് യു ആർ സപ്പോസ് ടു ലീവ് ഫോർ അനദർ 20 to 30 years. ഈ 20 to 30 years ഒരു 60 വയസ്സിന് മുകളിൽ വരുന്ന ഒരാളിന് is the society ready to accept such a person? What kind of interventions the society is ready to do? What kind of intervention the market is ready to do? ഇപ്പോൾ പലപ്പോഴും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു കടയിൽ പോയാൽ എൽഡേഴ്സിന്, ഇപ്പോൾ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഒരു വയസ്സായ ഒരാളുടെ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിക്കണമെങ്കിൽ നമ്മൾ ഫൈനലി പോയി വാങ്ങിക്കുന്നത് ഒരു മുണ്ടോ ഒരു ഷർട്ടോ മാത്രമായിരിക്കും. അവർക്ക് ആവശ്യമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന, അവരുടെ ലൈഫിനെ കംഫർട്ടബിൾ ആക്കുന്ന പ്രോഡക്ട്സ് സഹിതം നമുക്ക് അവൈലബിൾ അല്ല. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് എ ബിഗ് മാർക്കറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് us for a human being within the lifespan of around 60 to 90 years. So that can be a product, that can be a process, that can be anything which is going to make his life more comfortable, which is going to make his life more secure. There are a lot of areas which is available in front of us for this particular age group, which is not being targeted by anyone. അപ്പോൾ നമ്മുടെ മുമ്പേ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത്രയും വലുതാണ്. Can I move to the next slide? So that is why we call this particular industry as a sunrise industry. Sunrise industry എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇൻഡസ്ട്രി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. There is not much of competition. നിങ്ങൾ പലരും ഈ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്നുള്ള കോൺസെപ്റ്റ് കേട്ട് കാണും. ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി is fundamentally an area where there is less of competition or there is no competition. So the advantage is നമ്മൾ ഈ ഏരിയയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സും സർവീസസും കൊണ്ടുവരികയാണെങ്കിൽ the likelihood of success is very, very high. So it's a sunrise industry. Second, the potential market as it stands is around $6 billion. നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് ചില നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ അകത്ത് ചെറിയ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നാൽ ആ പ്രോഡക്റ്റ് ക്യാൻ ബി എ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആൻഡ് എ കംഫർട്ടബിൾ പ്രോഡക്റ്റ് ഫോർ എൻ എൽഡർലി പേഴ്സൺ. സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് പലർക്കും അറിയാം വയസ്സായി കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് വരും, പാർക്കിൻസൺസ് വരും. ഈവൻ ഫോർ ബ്രഷിങ്, അവർക്കൊരു നോർമൽ ബ്രഷ് കൊടുത്താൽ, ടൂത്ത് ബ്രഷ് കൊടുത്താൽ അവർക്ക് ബ്രഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ കൈ വിറയ്ക്കുന്നുണ്ടാവും, അവർക്ക് പ്രോപ്പർ ഗ്രിപ്പ് കിട്ടത്തില്ല. അപ്പം എങ്ങനെ അവരുടെ ഈ പെർട്ടിക്കുലർ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിന് അഡ്രസ് ചെയ്യാൻ ഒരു ഡിഫറൻഷ്യൽ ടൂത്ത് ബ്രഷ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ വിച്ച് വിൽ ഹെൽപ്പ് എൻ എൽഡർലി പേഴ്സൺ ടു ബ്രഷ് ദ ടീത്ത്. സോ ദാറ്റ് ഈസ് എ ന്യൂ പ്രോഡക്റ്റ് ആൻഡ് ദർ വിൽ ബി ഡെഫിനറ്റ്ലി എ മാർക്കറ്റ് ഫോർ ദാറ്റ്. സോ ഇങ്ങനത്തെ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് കൊണ്ടുവരിക എന്നുള്ളത് ഈ ഇന്നോവേഷൻ ജേർണിയിലെ നമ്മുടെ മുമ്പേ ഉള്ള ഒരു ചലഞ്ചുമാണ്, അതേസമയം ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ ഈ അലൈവ് ഈ എൽഡേഴ്സിന് നഖം വെട്ടാനുള്ള നെയിൽ കട്ടർ. സോ ദ പ്രോബ്ലം, വൺ ഓഫ് ദ ബിഗസ്റ്റ് പ്രോബ്ലം, അവർക്ക് ഐസൈറ്റ് വളരെ പ്രശ്നമായിരിക്കും, ലോ ഐസൈറ്റ് ആയിരിക്കും. അപ്പം ഈ ലോ ഐസൈറ്റ് ഉള്ള ആൾക്കാരെ ഇനേബിൾ ചെയ്യാൻ വേണ്ടി ഈ നെയിൽ കട്ടറിന്റെ എൻഡില് ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ചിട്ടുള്ള നെയിൽ കട്ടർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. So it actually makes their life very comfortable. ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് ഉള്ള ഒരു നെയിൽ കട്ടർ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഒരു എൽഡർലി പേഴ്സണ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. So one of the things which we as an organization is trying to drive is നമ്മുടെ ഒരു കൾച്ചർ, കേരള കൾച്ചർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു മലയാളിയുടെ ഒരു കൾച്ചർ എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡന്റ് കൾച്ചറാണ്. ഞാൻ വയസ്സായി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്നെ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ ചെറുമക്കൾ നോക്കണം എന്നുള്ള ഒരു ധാരണയുള്ള ഒരു ജനറേഷൻ നമുക്ക് ജസ്റ്റ് മുമ്പുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ജനറേഷൻ അത് വളരെ മാറിയിട്ടുണ്ട്. അപ്പൊ വെൻ എ കൺട്രി ഡെവലപ്സ്, ഈ ഒരു ഡെവലപ്മെന്റ് വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ നമ്മുടെ ലൈഫിനെ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആക്കാം. അപ്പൊ അങ്ങനെ ഒരു എൽഡർലി പേഴ്സണെ ഇൻഡിപെൻഡന്റ് ആക്കണമെങ്കിൽ
അയാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പ് എന്ന് പറയുന്നത് provide him or enable him with products which will make his life comfortable. അപ്പോൾ ഡേ ടു ഡേ നമ്മൾ യൂസ് ചെയ്യുന്ന പല പ്രോഡക്ട്സിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുകയും അതിൻ്റെ അകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ ആ പ്രോഡക്ട്സ് എൽഡർലി പീപ്പിളിന് വളരെയധികം യൂസ്ഫുൾ ആയി മാറും. സോ ദാറ്റ് ഇസ് വാട്ട് വി കോൾ അബൌട്ട് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആൻഡ് ദിസ് ഷുഡ് ഹെൽപ്പ് ദം ടു ഷിഫ്റ്റ് ഇൻ ടു ആൻ ഇൻഡിപെൻഡന്റ് ലിവിംഗ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ടെക്നോളജിയുടെ ഇന്റർവെൻഷൻ വളരെയധികം കടന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ 60 വയസ്സിൽ നിൽക്കുന്ന പലരും അവർക്ക് ഓൾറെഡി ടെക്നോളജി ഇംബൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേസമയം ഇപ്പൊ ഒരു 70-75 വയസ്സുള്ളവർക്ക് ഇപ്പോഴും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയത്തില്ല. അവർ പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസും അവർക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ 60+ നിൽക്കുന്ന ആ ജനറേഷൻ ദേ ആർ വെരി മച്ച് അവെയർ ഓഫ് ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്. അവർക്ക് മൊബൈൽ ഫോണും അതേമാതിരിയുള്ള ടെക് ഡിവൈസസും വെച്ച് വർക്ക് ചെയ്യാൻ ഉള്ള അവർക്ക് അതിനുള്ളൊരു നോളജ് ഉണ്ട്, അവർക്ക് അതിനുള്ള ഒരു ആക്യുമൻ ഉണ്ട്. അത് കാരണം ടെക്നോളജി ഇന്റർവെൻഷൻസ് ഇനിയും വരുന്ന വർഷങ്ങളിൽ വളരെയധികം, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ജപ്പാനിലെല്ലാം ഈവൻ റോബോസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ടു ടേക്ക് കെയർ ഓഫ് എൽഡർലി പീപ്പിൾ. സോ ദ വേ ദ കൺട്രി ഹാസ് ചേഞ്ച്ഡ്, അതായത് 25 വർഷം കൊണ്ട് നമ്മൾ എൽഡേഴ്സിന്റെ പോപ്പുലേഷൻ അവിടെ ഡബിളായി, 50% ആയി അവിടുത്തെ പോപ്പുലേഷൻ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പറയുന്നത് സിംഗപ്പൂർ എന്ന് പറയുന്ന കൺട്രി 17 വർഷം കൊണ്ട്, ജപ്പാൻ 25 വർഷം കൊണ്ട് ഡബിൾ ചെയ്ത എൽഡർലി പോപ്പുലേഷൻ, സിംഗപ്പൂർ എന്നുള്ള കൺട്രി 17 വർഷം കൊണ്ട് ഡബിൾ ചെയ്യാണ്. സോ ഇത് നമ്മൾ ആരും തന്നെ അറിയാതെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു സോഷ്യൽ പ്രതിഭാസമാണ്. അത് എത്രത്തോളം അതിനെ ഒരു പ്രോബ്ലമായിട്ട് കാണണോ, അതിനെ ഒരു ചലഞ്ചോ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണോ എന്നുള്ളത് it is up to us. So according to me, there is a big opportunity in front of us which we can leverage. Can we move to the next slide? സോ എന്തൊക്കെയാണ് നമ്മുടെ ഈ സ്പേസിൽ നമുക്കൊരു ടൈപ്പ് ഓഫ് ഇന്നോവേഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? സോ ഇതിനെ ഇപ്പൊ ഞങ്ങളുടെ അലൈവിൽ നമ്മൾ ചെയ്തിട്ടുള്ള വി ഹാവ് ഡിവൈഡഡ് ഇറ്റ് ഇൻ ടു 3 categories. ഒന്നെന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇന്നോവേഷൻ, രണ്ടാമത് പ്രോസസ് ഇന്നോവേഷൻ, തേർഡ് ഇസ് എ സോഷ്യൽ ഇന്നോവേഷൻ. അപ്പം ഇത് 3 ഇന്റർവെൻഷൻസ് ആണ്. നമ്മൾ ഹൗ ഡു യു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ് ടു ദിസ് കമ്മ്യൂണിറ്റി വിച്ച് വിൽ മേക്ക് ദ ലൈഫ് സിമ്പിൾ ആൻഡ് ഈസി. ഇപ്പൊ ഞങ്ങൾ തന്നെ പല ടൈപ്പ്, നേരത്തെ ഞാൻ പറഞ്ഞ ഈ നെയിൽ കട്ട്, ഐ വിൽ ഷെയർ ആൻ അനദർ എക്സാമ്പിൾ വിത്ത് യു ഇൻ ദ കമ്മിങ് സ്ലൈഡ്സ്. പ്രോസസ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഹൗ ക്യാൻ യു ക്രിയേറ്റ് ബിസിനസ് മോഡൽസ്. ഇപ്പം പലപ്പോഴും ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഇസ് എ സൺറൈസ് ഇൻഡസ്ട്രി, പല ഇന്നോവേഷനും ഇറ്റ് നീഡ് നോട്ട് ബി എ ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ. It can be an innovation which will coexist with the existing products and services, because ഈ സെഗ്മെന്റിനെ ഇതുവരെ ആരും അഡ്രസ് ചെയ്തിട്ടില്ല. So the innovations which can come out in the name of processes can be new business models which will help this elderly population to live a better life. Social innovation is very, very important for this segment, because at the end of the day, elders-നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ കണക്ട് ഈസ് വെരി, വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞങ്ങൾ നടത്തിയിട്ടുള്ള പല റിസർച്ചും സ്റ്റഡീസും കാണിക്കുന്ന വളരെ ക്ലിയർ ആയിട്ട് 50% ഓഫ് ദെയർ ഇഷ്യൂസ് ആർ സൈക്കോളജിക്കൽ. ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ് അത് മാനിഫെസ്റ്റ് ചെയ്ത് പിന്നെ അതൊരു ഫിസിയോളജിക്കൽ പ്രോബ്ലം ആയിട്ട് മാറുന്നത്. അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ എൽഡേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പലരും സ്വന്തം വീട്ടിൻ്റെ അകത്ത് അടഞ്ഞുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. പലരുടെയും മക്കൾ ഇവിടെ ഇല്ല, ദേ ആർ ട്രാവലിംഗ്, അല്ലെങ്കിൽ ദേ ആർ ഔട്ട് ഓഫ് ദ കൺട്രി ഓർ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ് വളരെയധികം കുറഞ്ഞുകൊണ്ട് വരികയാണ്. നമ്മൾ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ തൊട്ട് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മാൻ ഇസ് എ സോഷ്യൽ അനിമൽ എന്ന് പറയുന്നത്. അതിന്റെ ഫണ്ടമെന്റൽ ഇതെന്താണ്, നമ്മുടെ the whole system, നമ്മുടെ ബ്രെയിൻ സെൽസ് തൊട്ട് നമ്മുടെ ന്യൂറോൺസ് തൊട്ട് നമ്മുടെ എല്ലാം, the entire physiology is structured in such a way that we have to interact with people. We have to have a social connection with people. അപ്പൊ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എൽഡേഴ്സിനെ സംബന്ധിച്ചോളം ഈ സോഷ്യൽ കണക്ട് ആണ്. ഈ സോഷ്യൽ കണക്ട് ഇല്ലാണ്ട് വരുമ്പോൾ പല കോഗ്നിറ്റീവ് ഇഷ്യൂസ് വരുന്നു. ദ ബ്രെയിൻ ഇസ് നോട്ട് വർക്കിംഗ് ടു ഇസ് ഫുൾ കപ്പാസിറ്റി. അത് കാരണം അവർക്ക് പല അതിന്റെ കോംപ്ലിക്കേഷൻസും വരുന്നു. സോ സോഷ്യൽ ഇന്നോവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് വിൽ ആക്ച്വലി ബ്രിങ് ഇൻ ലോട്ട് ഓഫ് കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ടു ദ ഹോൾ സ്കീം ഓഫ് തിങ്സ്. So let's look at a product innovation. പ്രോഡക്റ്റ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അലൈവിനെ സംബന്ധിച്ചോളം ഞങ്ങൾ അലൈവ് ഈസി വെയർ എന്ന് പറഞ്ഞ ഒരു ഷർട്ട് ലോഞ്ച് ചെയ്തായിരുന്നു. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ അഡാപ്റ്റീവ് ഷർട്ട് ഫോർ എൽഡേഴ്സ് ആണ്. ഇതിന്റെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്തെന്ന് പറഞ്ഞാൽ,
പല എൽഡേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആർത്രൈറ്റിസും പാർക്കിൻസൺസും ഉള്ളവർക്ക് ഒരു ഷർട്ട് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഷർട്ട് ബട്ടൺ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. കാര്യം ഇവരുടെ കൈ വരയ്ക്കുന്നതുകൊണ്ട് ബട്ടൺ അപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പണ്ടത്തെ കാലത്ത് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വെൽക്രോ ബേസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ് പലതും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വെൽക്രോ ബേസ്ഡ് ഷർട്ട്സിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു വാഷ് കഴിയുമ്പോൾ ഈ വെൽക്രോ ബേസ്ഡ് ഷർട്ട്സിന്റെ അലൈൻമെന്റ് മാറും. പിന്നെ നമ്മൾ അത് ഇടുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് അറ്റാച്ച് ചെയ്ത് വരത്തില്ല. പിന്നെ ഇടുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു വെൽക്രോ ഷർട്ട് ആണെന്ന്. അപ്പൊ അതിനൊരു എസ്തെറ്റിക് ഇഷ്യൂ ഉണ്ട്. സോ ദാറ്റ് ഇസ് ഹൗ വി ലോഞ്ച് ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ബട്ടന്റെ ബാക്കിൽ നമ്മൾ മൈക്രോ മാഗ്നറ്റ്സ് വെക്കുകയും പുറത്ത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ബട്ടൺ ഫിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരു വെളിയിൽ നിന്ന് ഒരാൾ കാണുന്ന സമയത്ത് നമ്മൾ ഇടുന്ന ഒരു നോർമൽ ഷർട്ട് മാതിരി ഇരിക്കും. പക്ഷെ ഈ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബട്ടൺ അപ്പ് ചെയ്യും. സോ ഇതൊരു വളരെ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആണ്. ഇതിന് നമ്മൾ പേറ്റന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രോഡക്റ്റ് ഇന്നോവേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ്. Well, I think we need volume. Sorry, volume ഇല്ലായിരുന്നു. പക്ഷേ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഇറ്റ് വർക്ക്സ്. വെറുതെ ഒരു ഷർട്ട് ഇട്ടിട്ട് അതിന്റെ മേലെ നമ്മൾ ആക്ച്വലി റൺ യുവർ ഹാൻഡ് ഓട്ടോമാറ്റിക്കലി ഈ മൈക്രോ മാഗ്നറ്റിക് ബട്ടൺസ് ഉള്ളത് കാരണം യു ആർ ഏബിൾ ടു ബട്ടൺ ഇറ്റ് അപ്പ്. Get back to the slides. Presenting an innovation dressing for men. Alive Easy Wear. Alive Easy Wear shirts comes with micromagnets which are embedded using our patented technology. This makes it easy to wear and remove. Our comfort fit makes Alive Easy Wear shirts extremely comfortable and simple to wear. Alive Easy Wear, more to a shirt. So this was basically a product innovation. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി. Second one is we are talking about process innovation. ഈ പ്രോസസ് ഇന്നോവേഷൻ്റെ അകത്ത് ഞങ്ങൾ ചെയ്തത് മോസ്റ്റ് ഓഫ് ദി അഡൽട്സ്, ഒരു 1/3 ഓഫ് ദി അഡൽട്സ് ഓൾവേസ് ഹാവ് ദിസ് ഇഷ്യൂ ഓഫ് ഫാൾ, അതായത് വീഴ്ച എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു 80% ഓഫ് ദി ഫാൾ അവരുടെ ബാത്റൂമിൻ്റെ അകത്താണ് സംഭവിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഫാളിന് പല കാരണങ്ങളുണ്ട്. എപ്പോഴും വെള്ളം നനഞ്ഞു കിടക്കുന്ന നമ്മൾ വെള്ളം പലപ്പോഴും നമ്മൾ ധാരണ എന്ന് പറഞ്ഞാൽ വെള്ളം ചറക്കി വീഴുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അങ്ങനെ മാത്രമല്ല, നമ്മളൊരു മോർ ദാൻ 4 പ്രിസ്ക്രൈബ് മെഡിസിൻസ് ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ ഒരു ചേഞ്ച് വരും. അത് കാരണം ദ റിസ്ക് ഓഫ് ഫാൾ ഇസ് ഹൈ ഫോർ സച്ച് എ പേഴ്സൺ. അപ്പൊ അങ്ങനത്തെ പല റീസൺസ് ഉണ്ട്. അതേമാതിരി വിമൻ ആർ മോർ പ്രോൺ ടു ഫാൾ. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ അവരുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വീഴാൻ സാധ്യതയുള്ള ബാത്റൂം എന്നുള്ള ഒരു സ്ഥലത്തെ എങ്ങനെ നമ്മൾ ഒരു ഫാൾ പ്രിവെൻഷൻ മെത്തഡോളജി യൂസ് ചെയ്തുകൊണ്ട് അതിനെങ്ങനെ സേഫ് ആക്കി മാറ്റാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്താണ് നമ്മൾ അലൈവ് ഹോം സൊല്യൂഷൻസ് ലോഞ്ച് ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞ മാതിരി ട്രിവാൻഡ്രത്ത് ക്ലോസ് ടു 500 ഹോംസ് ഞങ്ങൾ സെക്യൂർ ആക്കി. പല ആൾക്കാർക്കും, കാരണം ഇതൊരു നമ്മൾ കാണുന്നതിലപ്പുറം ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു എൽഡർലി പേഴ്സൺ, അയാൾക്ക് ഒരു പരസഹായം ഇല്ലാണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഹി വിൽ ഡു, ഹി വിൽ ഹോൾഡ് ഡൗൺ. പുള്ളി ഈ ഒരു യൂറിനേഷൻ ചെയ്യാണ്ട് പുള്ളി ആ യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കുകയും ആരെങ്കിലും ഒരാൾ പിടിച്ചോണ്ട് ബാത്റൂമിൽ പോകുന്നവരെ പുള്ളി അത് ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യും.
ദിസ് ഇൻ എ ലോങ് ടേം എന്ത് പറ്റും, പുള്ളിയുടെ കിഡ്നി ഫംഗ്ഷനും ബ്ലാഡർ ഫംഗ്ഷനും എല്ലാം അഫക്ട് ചെയ്യും. അത് കാരണം മൾട്ടിപ്പിൾ അതർ ഡിസോർഡേഴ്സ് വരും. സോ ഇതൊരു സൈക്ലിക്കൽ എഫക്റ്റ് ആണ്. അതേസമയം നമുക്ക് പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഗ്രാബ് ബാസ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ ഗ്രാബ് ബാസിൽ പിടിച്ചുകൊണ്ട് പുള്ളി സ്വന്തമായി ബാത്റൂമിൽ പോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ഫോൾ പ്രിവെൻഷനും നടക്കും. അതുമാതിരി ഇതുമായിട്ട് അലൈഡ് ആയിട്ടുള്ള ബാക്കി ഇഷ്യൂസും ഇതിൽ നിന്ന് free. This is a process innovation. This is a kind of a business model which we derived and which we are successfully launched in Trivandrum. And we have a small video for that also. Did you know 1 in 3 elders suffer from falls, and most of these happen in their own homes? Falls are a major cause of injuries among elderly, which leads to hospitalization. A fall not only causes physical harm, but also results in financial as well as emotional stress. At Alive Home Solutions, we make your home safer and secure by providing products and solutions which addresses these risks. We use a customized assessment approach called the Alive Home Assessment Methodology to review areas where there is high risk of falls, like bathrooms, kitchen, stairs, and bedroom, and install the right products which can help to minimize the risk of falls. Our 4-step process involves 1. An on-site assessment using our proprietary Alive Home Assessment methodology. 2. A custom report to show you the changes required and the benefits. 3. Professional installation. 4. On-site training to make sure the changes are comfortable. So if your parents or elders take more than 4 tablets a day, have had a stroke or cardiac emergency, or have problems of balancing, you can help them out by making sure they enjoy their independence in the safety and comfort of their own homes. Talk to us today to know more. www.aliveworld.co 917-025-3366. So, process innovation example ആണ്. അതേമാതിരി മൂന്നാമത്തെ ഒരു സ്പേസ് ആണ് സോഷ്യൽ ഇന്നോവേഷൻ. സോഷ്യൽ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ലൈക്ക് എനി അതർ ബിസിനസ്, ഈ ബിസിനസിന്റെ അകത്തും ഈ സെഗ്മെന്റ് ഓഫ് കസ്റ്റമേഴ്സ് നോക്കുകയാണെങ്കിൽ we'll have actually 3 type of customers. One is people who are at the high end, middle income and above. People who are in the middle income group, and also the people at the lower income bracket. So aging എന്നുള്ള പ്രോസസ്സിന് എക്കണോമിക്കൽ ക്രൈറ്റീരിയ ഒന്നുമില്ല. എല്ലാവരും ഒരു ദിവസം ജനിക്കുകയാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ ഏജ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഡെത്ത് ഇസ് സംതിങ് വിച്ച് ഇസ് ഇന്നെവിറ്റബിൾ. സോ എവ്രി വൺ ഹാസ് ടു ഗോ ത്രൂ ദിസ് പ്രോസസ്, വെദർ യു ആർ റിച്ച് ഓർ പുവർ ഡസൻറ്റ് മാറ്റർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള പല സൊല്യൂഷൻസും നമ്മൾ ഓഫർ ചെയ്യുന്ന സമയത്ത് ദർ ക്യാൻ ബി എ സെഗ്മെന്റ് ഓഫ് കസ്റ്റമേഴ്സ് ഹു വിൽ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് സം ഓഫ് ദിസ് practices and products. So അവിടെയാണ് നമ്മൾ സോഷ്യൽ ഇന്നോവേഷന്റെ റിലവൻസ് വരുന്നത്. വേർ ഹൗ ക്യാൻ വി യൂസ് ദ missionary of the government and of the state and of the country and make the life of people much more comfortable. So KDISC Alive Foundation ആയിട്ട് ചേർന്നുകൊണ്ട് ഇപ്പോൾ ഒരു 3 ലോക്കൽ ബോഡീസിൽ നമ്മളൊരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. 2 പഞ്ചായത്ത്, എലിക്കുളം ആൻഡ് മണ്ണാർക്കാടും പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലും ഒരു എൽഡർ ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു സോഷ്യൽ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് വി ആർ പ്ലാനിങ് ടു ലോഞ്ച്. അതിന്റെ ഭാഗമായിട്ട് അടുത്ത മാസം തൊട്ട് ഈ 3 സ്ഥലങ്ങളിലും ഒരു 100% സീനിയേഴ്സിന്റെ ഒരു സർവേ നടത്തി അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് ലീവിംഗ് പ്ലോട്ട് ചെയ്യുകയും അവർക്കുള്ള ഇഷ്യൂസ് മനസ്സിലാക്കുകയും അവരെ ക്ലാസിഫൈ ചെയ്ത്, അതായത് ആക്റ്റീവ് ആയിട്ടുള്ളവരും ബെഡ് റിഡൻ ആയിട്ടുള്ളതും കോമോർബിഡിറ്റീസ് ഉള്ളവരെയും ക്ലാസിഫൈ ചെയ്യുകയും അവർക്കനുസരിച്ചുള്ള കെയർ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് സോഷ്യൽ പ്രോജക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യും, ഒരു ടൈം ബാങ്ക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഇതിന്റെ ഭാഗമായ ഒരു പ്ലാൻ ഉണ്ട്. അതായത് നമ്മൾ എൽഡേഴ്സിനെ കെയർ ചെയ്യുന്ന പലപ്പോഴും എല്ലാവർക്കും ഒരു ഇൻസെന്റീവ് വേണം അല്ലെ, എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് കണ്ടതാണ്. അപ്പൊ നമ്മളിപ്പം ഒരു എൽഡർലി പേഴ്സണെ നമ്മളൊരു ആഴ്ചയിൽ 2 മണിക്കൂർ ഇഫ് യു ആർ ടേക്കിംഗ് കെയർ ഓഫ് ഹിം, അറ്റ്ലീസ്റ്റ് ഗിവിംഗ് ഹിം ഇമോഷണൽ കമ്പാനിയൻഷിപ്പ്, വി വിൽ ഗെറ്റ് ദാറ്റ് 2 hours ആസ് എ ക്രെഡിറ്റ് ഇൻ ടു അവർ ടൈം ബാങ്ക്. ആൻഡ് നമ്മൾ വയസ്സാവുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും വയസ്സായിട്ടുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ഈ ടൈം ബാങ്ക് വെച്ചുകൊണ്ട്
ഈ ടൈം ബാങ്കിന്റെ ക്രെഡിറ്റ് നമുക്ക് പാസ് ഓൺ ചെയ്യാനും പറ്റും. അങ്ങനത്തെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇത് യൂറോപ്പിലെ പല കൺട്രീസിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. വി ആർ ട്രൈങ് ടു ഡു ദാറ്റ് ഫസ്റ്റ് ടൈം ഇൻ കേരള. അതിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലാണ്. KDISC is driving that project. So that is a social innovation. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത്, ഇതിൻ്റെ അകത്ത് ഐഡിയേഷനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, അതൊരു പ്രോഡക്റ്റ് ആവാം, അതൊരു പ്രോസസ് ആവാം, അല്ലെങ്കിൽ അതൊരു സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് മിഷനറിയും ഗവൺമെന്റ് സെറ്റപ്പും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇവരുടെ ലൈഫിനെ മെച്ചപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള സോഷ്യൽ ഇന്നോവേഷൻസും ആവാം, വിച്ച് ഇസ് ബേസിക്കലി കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്രോഗ്രാംസ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, നമ്മൾ ബാക്കി പറയുന്ന ഒരു ജനറിക് ആയിട്ടുള്ള ഇന്നോവേഷൻസ് പ്ലാറ്റ്ഫോംസിന് നമ്മൾ നോക്കുകയാണെങ്കിൽ, സം ഓഫ് ദി ഏരിയാസ് വേർ ദർ ഇസ് ലോട്ട് ഓഫ് സ്കോപ്പ് ഫോർ ന്യൂ പ്രോഡക്ട്സ് ടു കം അപ്പ്. ഒന്നെന്ന് പറയുന്ന കോഗ്നിറ്റീവ് ഫിറ്റ്നസ് പ്ലാറ്റ്ഫോം. ഈ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ടു ഡു വിത്ത് അവർ തിങ്കിങ് കപ്പാസിറ്റി. ദാറ്റ് മീൻസ് വിച്ച് ഇസ് കണക്റ്റഡ് ടു അവർ ബ്രെയിൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ വയസ്സാവുന്ന സമയത്ത് പലരും മെഡിക്കൽ എക്സാമിനേഷനും മെഡിക്കൽ ചെക്കപ്പും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ അതേസമയം നമ്മൾ മറന്നു പോകുന്ന ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബോഡിയിലെ എല്ലാ ഓർഗൻസിനെ ചെക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിനിന്റെ ഫംഗ്ഷൻ റിസർച്ച് ക്ലിയർലി ഷോസ് ദാറ്റ് വൺസ് പോസ്റ്റ് റിട്ടയർമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബ്രെയിൻ ഫംഗ്ഷന്റെ ഒരു 40 to 50% മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ബ്രെയിനിന്റെ അകത്തുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബ്രെയിൻ സെൽസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ സ്ലോലി ദ നെർവ് എൻഡിങ്സ് വിൽ ഗെറ്റ് ഡാമേജ്ഡ്. അത് ഒരു റിവേഴ്സിബിൾ അല്ല. വൺസ് എ ഡാമേജ് ഹാപ്പൻസ്, ഇറ്റ്സ് എ പെർമനന്റ് ഡാമേജ്. അപ്പൊ അത് കാരണം എങ്ങനെ നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ് കേപ്പബിലിറ്റി, നമ്മൾ അതിനെ പലരും അറിവ് രോഗം എന്നൊക്കെ പറഞ്ഞ് അതിന് പല വിധത്തില് ഡെഫിനിഷൻസ് കൊടുക്കും. കാരണം ഇപ്പൊ നമ്മൾ അൽസൈമേഴ്സും ഡിമെൻഷ്യ അങ്ങനത്തെ രോഗങ്ങൾ ഇപ്പൊ വളരെയധികം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് കീപ്പിംഗ് അവർ ബ്രെയിൻ ആക്റ്റീവ് when we get into old age. അപ്പോൾ ഒരു ഓൾഡ് ഏജ് സമയത്ത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മളെ ബ്രെയിൻ സെൽസിനെ ആക്റ്റീവായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ അലൈവിൽ നമ്മൾ എംബ്രേസ് യുവർ ഏജ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വേർ ഇൻ ലോട്ട് ഓഫ് ഇന്റർവെൻഷൻസ് വിച്ച് വി ആർ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രെയിനിന്, നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡ് വെച്ച് എഴുതുന്ന ഒരു വ്യക്തിയായിരിക്കും. യു സ്റ്റാർട്ട് റൈറ്റിംഗ് യൂസിങ് യുവർ ലെഫ്റ്റ് ഹാൻഡ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ബ്രെയിനിന്റെ ഒരു പെർട്ടിക്കുലർ പാത്ത് ഗെറ്റ്സ് ആക്ടിവേറ്റഡ്. ലേൺ എ ന്യൂ ലാംഗ്വേജ്, നമ്മളൊരു മ്യൂസിക് അല്ലെങ്കിൽ പാട്ടിന്റെ വരികൾ, ലിറിക്സ് കാണാതെ മെമ്മറൈസ് ചെയ്യുക. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, 13-ന്റെ 14-ന്റെ 16-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മെമ്മറൈസ് ചെയ്യുക. ദീസ് ആർ ഓൾ സ്മോൾ സിമ്പിൾ തിങ്സ് വിച്ച് വി ക്യാൻ ഡു ടു ആക്ടിവേറ്റ് അവർ ബ്രെയിൻ. ഈവൻ കുട്ടികൾ കളിക്കുന്ന പസിൽസ്. സോ അതിൻ്റെ അകത്തൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പല ഗെയിംസും, ബോർഡ് ഗെയിംസ് പലതും ചെറിയ ഇംപ്രവൈസേഷൻസ് നടത്തുകയാണെങ്കിൽ those games can be played by elders and which will be a great input for their cognitive improvement. So that is one area. Second എന്ന് പറയുന്നത് അഡൽട്ട് ഡയപ്പേഴ്സ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്കെല്ലാം അറിയാം, എൽഡേഴ്സിനെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇൻകോണ്ടിനൻസ് ആണ്. അതായത് അവർക്ക് അവരുടെ യൂറിനും ബവൽ മൂവ്മെന്റ്സും ഒരു പോയിന്റിന് ശേഷം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം പലരും ഈ സോഷ്യൽ കണക്ഷൻസ് ചെയ്ത് വെക്കുക, പലരും പുറത്തോട്ട് ഇറങ്ങാറില്ല സ്വന്തം വീട്ടിൽ നിന്ന്. കാരണം എപ്പോഴാണ് യൂറിനേഷൻ വരുന്നതെന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പലരും അഫോർഡബിൾ ക്ലാസ്സിലുള്ള ആൾക്കാർ പലരും ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡയപ്പേഴ്സ് പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പുകാർക്കോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ് പോയിന്റിലല്ല നിൽക്കുന്നത്. So low cost ആയിട്ടുള്ള affordable adult diapers, that is an area, if people can come out with an innovative product, that is an area which will actually click. പിന്നെ മൂന്നാമത് fall detection mechanism, ഞാൻ നേരത്തെ പറഞ്ഞു, റിസ്ക് ഓഫ് fall എങ്ങനെ അവോയ്ഡ് ചെയ്യാം. അതേമാതിരി ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്, അലോങ് വിത്ത് ഏജിങ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പല സപ്ലിമെന്റ്സും ഉണ്ട്. അതെങ്ങനെ ഫുഡ് പ്രോഡക്ട്സ് ആയിട്ട് ഹൗ ക്യാൻ വി കോംപ്ലിമെന്റ് ദോസ്. The another area where there is a big issue is lack of sleep. അപ്പോൾ ഒരു 4-5 കീ മെട്രിക്സസ് ആണ് നമ്മൾ വയസ്സാകുമ്പോൾ നമുക്ക് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഒരു ബേസിക് എക്സസൈസ്, കീപ്പിംഗ് യുവർ ബ്രെയിൻ സെൽസ് ആക്റ്റീവ്, ഹാവിംഗ് എ പ്രോപ്പർ സോഷ്യൽ കണക്ട്, ഈറ്റിംഗ് ഹെൽത്തി ഫുഡ് ആൻഡ് ഫൈനലി സ്ലീപ്പ്. ഈ 5 പാരാമീറ്റേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു റിട്ടയർഡ് ലൈഫ് കുറച്ചുകൂടെ നമുക്ക് ഹെൽത്തിയും കംഫർട്ടബിൾ ആക്കാൻ പറ്റും. അപ്പോൾ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് സ്ലീപ്പ് റിലേറ്റഡ് ഇഷ്യൂസും, ദാറ്റ് ഇസ് ഓൾസോ an area where you can focus with innovative products and services. Moving to the next slide. So in summary, ഇപ്പം what I have done is ഒരു 4 സെഗ്മെന്റ് ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് കെയർ, മൊബിലിറ്റി എയ്ഡ്സ് ആൻഡ് ഗാഡ്ജറ്റ്സ്, മെന്റൽ ഹെൽത്ത്,
social ecosystem. These are the areas where you can think of coming out with, because idellam problematic areas are today. Sleep apnea, sensory issues, palliative options, Alzheimer's, dementia, oral health care, telemedicine, incontinence, osteoporosis, polypharmacy, malnutrition. So there's a whole lot of area where you can actually look at mental health. That is a very important and biggest piece in elder care. Emotional well-being, social connect. എങ്ങനെ സോഷ്യൽ കണക്ട് ഇംപ്രൂവ് ചെയ്യാം. നമ്മളിപ്പം ഇപ്പം ഞങ്ങൾ ഈ 2 പഞ്ചായത്തിലും അവിടുത്തെ ലോക്കൽ ബോഡിയിലെ മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വി ആർ ഓൾ സർപ്രൈസ്ഡ്. അവിടെ പല കാര്യങ്ങൾക്കും വോളണ്ടിയർ ചെയ്യാൻ യങ്സ്റ്റേഴ്സിനെ കിട്ടാനില്ലെന്നാണ് അവർ പറയുന്നത്. ബിക്കോസ് യങ്സ്റ്റേഴ്സ് ആരും തന്നെ ആ പഞ്ചായത്തുകളിലില്ല. പലരും പഠിക്കാൻ പുറത്തുപോയി, അല്ലെങ്കിൽ ജോലി കിട്ടി പുറത്തുപോയി. അപ്പൊ അവിടെ ഉള്ളത് ഒരു സ്ലോലി ഒരു ഏജിങ് പോപ്പുലേഷൻ ആണ്. അപ്പം ഈ വയസ്സായ ആൾക്കാരെ നോക്കുന്നത് 60 വയസ്സും 65 വയസ്സുള്ള യങ് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം social connector is a very important factor which we need to come out with innovative models. How can we have a community where people interact more with each other and help each other and try to supplement in a way which helps the elderly. Ademari thaneyana social ecosystem. We need more care homes. ഏജിസം എന്ന് പറയുന്നത് കാച്ചിങ് അപ്പ് ആണ്. ഏജിസം എന്ന് പറയുന്നത് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി മാതിരി ഏജിനും ഇക്വാലിറ്റി വേണം. പലരും ഇയാൾ വയസ്സായി, അത് കാരണം, അല്ലെങ്കിൽ പ്രായമായി, ഇയാൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. സോ അതർ ദാൻ ഫിസിക്കൽ ലേബർ, നമുക്ക് റിസർച്ച് പ്രൂവ് ചെയ്യുന്നുണ്ട് വെദർ ഇറ്റ് ഇസ് എ സ്പേസ് ഓഫ് ഇന്നോവേഷൻ, വെദർ ഇറ്റ് ഇസ് എ സ്പേസ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോബൽ പ്രൈസസ് കിട്ടിയിട്ടുള്ളത് 80% ആൾക്കാർ 70 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പം ഇന്നോവേഷനും ഇതിനുമൊന്നും ഏജ് എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ അല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ വയസ്സായവരെ കാണുന്നത് വേറൊരു ആംഗിളിൽ കൂടെയാണ്. അതായത് വയസ്സായി കഴിഞ്ഞു, ഇതൊന്നും ഇവർ ചെയ്യാൻ പാടില്ല, വീട്ടിൻ്റെ അകത്ത് ഇരിക്കണം, ആക്റ്റീവ് ആവാൻ പാടില്ല, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അതേമാതിരി അവർക്ക് ലീഗൽ സപ്പോർട്ടും പലയിടത്തും എൽഡേഴ്സിന് അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പല ലെജിസ്ലേഷൻസും വന്നിട്ടുണ്ട്. ഈവൻ നമ്മൾ എഴുതി കൊടുത്ത പ്രോപ്പർട്ടി തന്നെ തിരിച്ച് എടുക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇഫ് ദർ ഇസ് എൻ എൽഡർ അബ്യൂസ്. അതേമാതിരി പാൻഡമിക് അങ്ങനത്തെ എമർജൻസീസ് വന്ന സമയത്ത് വി ഓൾ കെയിം ടു നോ ദാറ്റ് പ്രോക്സിമിറ്റി ഈസ് എ ബിഗ് ചലഞ്ച്. ഈ വയസ്സായ ആൾക്കാരുടെ അടുത്ത് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ലെങ്കിൽ ദാറ്റ് ബിക്കംസ് എ ബിഗ് ചലഞ്ച്. അപ്പൊ ഈ അതേമാതിരി പബ്ലിക് പ്ലേസസിൽ ആക്സസ്, ദിസ് ഇസ് അനദർ ക്രിട്ടിക്കൽ ഏരിയ. ഇപ്പം ഇപ്പോഴത്തെ ട്രെയിനുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും പല ട്രെയിനുകൾക്കും നമുക്ക് ട്രെയിനിന്റെ അകത്ത് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടുത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം വരുന്ന പുതിയ ട്രെയിൻസിനൊക്കെ അത് മാറ്റിയിട്ടുണ്ട്. അതേമാതിരി പല പബ്ലിക് സ്ഥലങ്ങളിലും വീൽ ചെയർ ആക്സസ് ഇല്ല, റാംപ്സ് ഇല്ല. പല ഗവൺമെന്റ് ഓഫീസസ് 2ാമത്തെ നിലയിലാണ്, ലിഫ്റ്റ് കാണത്തില്ല. അപ്പൊ വയസ്സായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളിന് പബ്ലിക് ആക്സസ് വളരെ അധികം ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു സോഷ്യൽ എക്കോസിസ്റ്റത്തിനും ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദി ഏരിയാസ് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഡയറക്ഷനിലോട്ട് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ഐഡിയാസ് ആയിട്ട് വരാനും ഉള്ള കുറച്ച് ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഈ സ്ലൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി ദിസ് ഇസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. ആൻഡ് നിങ്ങളുടെ ഈ ഇന്നോവേഷൻ ജേർണി, ഇറ്റ് ഈസ് ആൻ അമേസിംഗ് സ്പേസ് to innovate, because you are not only coming out with a product, but you will be helping a section of society in making their life much more comfortable. So all the best to all the participants in YIP, and hope to see more innovative products and processes from your end. Thank you very much. Thank you, Mr. Putran. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരുന്നു, വളരെ എക്സോസ്റ്റീവ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ എൽഡർ കെയറിൽ വരുന്ന ഒരുമാതിരി എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തു എന്ന് തന്നെ പറയാം. ഇപ്പോ പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു എൽഡറിന് ഒരു ഫോളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ്, എത്ര ഏജ് തന്നെ ആയിക്കോട്ടെ, അപ്പോഴാണ് നമ്മൾ ബാത്റൂമിലെ റെയിലിങ്സിനെ പറ്റി മറ്റു ചിന്തിക്കുന്നത് പോലും. എന്റെ പേഴ്സണൽ എക്സാമ്പിൾ ഇത് എനിക്ക് പറയാൻ കഴിയും. അപ്പോ അത് കുറച്ച് ഫോർത്തോട്ടോടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാവരും. അതുപോലെ തന്നെ ഇപ്പൊ മാഗ്നറ്റിക് ബട്ടൺസിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ സോഷ്യൽ എന്റർപ്രൈസ്. ഇപ്പൊ YIP-യിലെ എല്ലാ ഐഡിയാസും ഒരു പ്രോഡക്റ്റായി മാറണമെന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു റിസർച്ച് പ്രോജക്റ്റ് ആവാം, സോഷ്യൽ എന്റർപ്രൈസ് ആവാം. ക്രെഡിറ്റ് പോയിന്റ്സ് യൂറോപ്പിലും മറ്റും കൊടുക്കുന്നത് നമ്മൾ എൽഡർ കെയർ എടുക്കുമ്പോൾ നമുക്ക് എൽഡർ കെയർ പിന്നീട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന വിധത്തിൽ ക്രെഡിറ്റ്സ് നേടും. അപ്പൊ തുടങ്ങി ധാരാളം മേഖലകളിലേക്ക് കുട്ടികളുടെ ഒരു ചിന്ത ഉദ്ദീപിപ്പിക്കുക, അത് തന്നെയായിരുന്നല്ലോ ഈ സെഷന്റെ ഉദ്ദേശം. അപ്പോൾ അത് നടന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതെല്ലാം YIP-യില്
ഐഡിയാസായി ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ, പുതിയ പുതിയ ആശയങ്ങൾ വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കുറച്ച് ടൈമുണ്ട് ബിഫോർ ദിസ് സെഷൻ വൈൻഡ്സ് അപ്പ്. ഈ ഓഡിയൻസിൽ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ പുത്രൻ സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. Hello, sir. Hello, hi. Hi, sir. നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു മലപ്പുറം സഫ കോളേജിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, സോ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഞാൻ NSSന്റെ ഒരു വോളണ്ടിയർ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ 2-3 വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ അവിടെ എൽഡർലി പീപ്പിൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, അപ്പോൾ അവർക്ക് ഒരു സെൽഫ് ബിലീഫാണ്, അവരൊരു ലയബിൾ ആണ്, സൊസൈറ്റിക്ക് ലയബിൾ ആണെന്നുള്ള ഒരു ബിലീഫ് അവർക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വരുമ്പോഴാണ് അവര് മക്കളിൽ നിന്ന് മാറിക്കാൻ അവര് തന്നെ എഫേർട്ട് എടുക്കുകയാണ്. മറ്റുള്ളവർക്ക് ഒരു പ്രയാസമാവോ, ഒരു ഭാരമാവോ എന്നുള്ള രീതിക്ക് അവർക്ക് തന്നെ തോന്നുകയാണ്. അതാണ് മെയിനായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ളൊരു ഇന്റൻഷൻ എന്നുള്ള കുറച്ച് ആൾക്കാർ സംസാരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സംഭവം? സിനൻ, ഇൻഫാക്ട് ഇത് തന്നെയാണ് ഒരു മേജർ പ്രോബ്ലം പലയിടത്തും നമ്മൾ കാണുന്നത്. അപ്പൊ ഇവരൊരു ഐസൊലേഷനിലോട്ട് മൂവ് ചെയ്യുന്നു. അതാണ് എക്സാക്ട്ലി നമ്മൾ പ്രിവെന്റ് ചെയ്യേണ്ടത്. കാരണം ഈ ഐസൊലേഷൻ പതുക്കെ പതുക്കെ ബിൽഡപ്പ് ചെയ്ത ഒരു ഡിപ്രഷനിലോട്ട് പോകും. ആ ഡിപ്രഷൻ ആയിരിക്കും പല അസുഖങ്ങളും പിന്നെ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ സോഷ്യൽ കണക്ഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മളൊരു എൽഡർ കെയർ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഉള്ളിട്ടായിരുന്നാലും അവരെ ആ ഒരു പെർട്ടിക്കുലർ ബിൽഡിങ്ങിന്റെ അകത്ത് കൺഫൈൻ ചെയ്യാണ്ട് ഇപ്പൊ ഇതിനകത്ത് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇവരുടെ ഒരു നോളജ് യൂസ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇതിൽ പലരും വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ളതും പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്തിട്ട് റിട്ടയർ ആയിട്ടുള്ള വ്യക്തികൾ കാണും. അപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ അവിടുത്തെ കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ ചെയ്യുന്നത് അതിന്റെ അടുത്തുള്ള സ്കൂളുകൾ കുട്ടികളെ ഇവരുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി ക്ലാസ് എടുത്തു കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇവരെ പല ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവരെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു റൂമിൻ്റെ അകത്ത് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഞാൻ ഈ ലോകത്തിന് ലയബിലിറ്റി ആണെന്നും ബാക്കിയുള്ളവർക്ക് ഒരു ലയബിലിറ്റി ആണെന്നും അത് പിന്നീട് അതൊരു ഡിപ്രഷനിലോട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പൊ ഇവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അകത്ത് ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവരെ സോഷ്യലി ഇവരെ എങ്ങനെ ഇവർക്ക് ഇഷ്ടമുള്ള മേഖലകളിൽ ഇവരെ കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഇവരെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കുക, അതാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ. അല്ലാതെ നമ്മളും അവരെ കൂടെ ചേർന്ന് ഈ പെർട്ടിക്കുലർ ഇഷ്യൂല് അവരെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയുന്നതിൽ ഉപരി അവരെ സോഷ്യലി കണക്ഷൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ദാറ്റ് ഇസ് വാട്ട് വി ഷുഡ് ബി ഡൂയിങ്. ഓക്കെ സർ, താങ്ക് യു. ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടോ?
ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു പുത്രൻ സാർ. Yeah, sure. KDISCന്റെ ഭാഗത്തു നിന്നും YIPയുടെ എസ്പെഷ്യലി നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് സെഷൻ എടുത്ത് ശ്രീ BRB പുത്രൻ സാറിന് ഒന്നുകൂടെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ടോക്ക് സീരീസ് സമാപിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.